Good morning, everyone. Welcome to Editorial Malayalam channel. This is Rintu Sebastian, and welcome to the Hindu editorial analysis of 19th December 2022. അപ്പോൾ ഇന്ന് 19-ാം തീയതിയായി. അപ്പോൾ നമ്മുടെ സൺഡേ എല്ലാം കഴിഞ്ഞ് നമ്മളൊരു വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു യുവർ സെഷൻ. അപ്പോൾ എഡിറ്റോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാ നോക്കാം. അതുപോലെ വൊക്കാബുലറി ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ ഡെയിലി ഉള്ള സെഷനാണ്. 8:30 മുതൽ 9:30 9:45 വരെ നമ്മുടെ സെഷൻ ചിലപ്പോൾ നീണ്ടു പോകാറുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ എഡിറ്റോറിയൽ വരുന്ന ആർട്ടിക്കിൾസ് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യും. ആർട്ടിക്കിൾസിലെ വൊക്കാബുലറി നമ്മൾ പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. കൂടാതെ നമ്മുടെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഒക്കെ ഒന്ന് റീബിൽഡ് ചെയ്തെടുക്കും. നിങ്ങൾക്ക് സെന്റൻസ് സ്ട്രക്ചർ ചെയ്ത് എനിക്ക് അയക്കാം ചാറ്റ് ബോക്സിൽ, അപ്പോൾ ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. അങ്ങനെ നിങ്ങളുടെ നിങ്ങൾക്ക് ഗ്രാമർ ഇംപ്രൂവ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വൊക്കാബുലറി, നിങ്ങളുടെ വേർഡ് പവർ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാം. അതുപോലെ ഓഫ് കോഴ്സ് ഇംപ്രൂവ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസും അതുപോലെ തന്നെ നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസും ഇംപ്രൂവ് ചെയ്യും, ഫോർമൽ റൈറ്റിംഗ്. അതുപോലെ റീഡിംഗ് എബിലിറ്റി, നമ്മുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ നമുക്ക് ആർട്ടിക്കിൾ റീഡിങ്ങിലൂടെ ഇംപ്രൂവ് ചെയ്തെടുക്കാം. സോ ഇറ്റ്സ് an all in one സെഷൻ. എല്ലാവർക്കും നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ്. നമുക്ക് തുടങ്ങാം അല്ലെ. ഏതൊക്കെയാണ് ഇന്നത്തെ ആർട്ടിക്കിൾസ് നോക്കാം. 2 ആർട്ടിക്കിൾസ് ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഞാൻ കുറച്ച് സമയം എടുത്തു ഏത് ആർട്ടിക്കിൾ സെലക്ട് ചെയ്യണം എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ. കാരണം വെച്ചാൽ നമ്മുടെ മുമ്പിൽ 2 ആർട്ടിക്കിൾ ഉണ്ട് കേട്ടോ. ആ 2 ആർട്ടിക്കിളും ഇമ്പോർട്ടൻ്റ് ആണ് താനും. അപ്പൊ ഏത് ആർട്ടിക്കിളിനെ നമുക്ക് വേണ്ടെന്ന് വെക്കാം, ഏത് ആർട്ടിക്കിൾ സെലക്ട് ചെയ്യാം എന്നത് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിട്ട് എനിക്ക് വന്നു. കാരണം ഒന്ന് GST കൗൺസിൽ മീറ്റിങ്ങിനെ പറ്റി, കഴിഞ്ഞ ദിവസം നടന്നത് GST കൗൺസിൽ മീറ്റിങ്ങിനെ പറ്റിയാണ് ആർട്ടിക്കിൾ ഉള്ളത്. ആൻഡ് ആ ആർട്ടിക്കിളിൽ അതൊരു വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ, ഒരു മീറ്റിംഗ് ആയിപ്പോയി, പല കാര്യങ്ങളും തീരുമാനം എടുത്തില്ല എന്നൊരു പരാമർശം ഉണ്ട് GST മീറ്റിങ്ങിനെ പറ്റി. അത് നിങ്ങൾക്ക് റീഡബിൾ ആട്ടോ, വളരെ സെൽഫ് റീഡബിൾ ആയ ഒരു ആർട്ടിക്കിൾ ആണ്, വായിച്ചിടാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആർട്ടിക്കിൾ കൂടി ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ആ ആർട്ടിക്കിൾ എടുക്കാം, ആ ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾ എടുക്കാം. ആൻഡ് ഈ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ നിങ്ങൾ ഓർമ്മയുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല, നമുക്ക് ഗുജറാത്തിൽ വെച്ചൊരു ഒരു മസക്കർ നടന്നു. അതിനുശേഷം ഒരു റേപ്പ് കേസ്, ഒരു ഗ്യാങ് റേപ്പ് കേസ് വന്നായിരുന്നു. അതിലുള്ള കൾപ്രിറ്റ്സിന് അല്ലെങ്കിൽ കൺവിക്ട്സിന് പ്രിമച്വർ ബെയിൽ കൊടുത്തിട്ട് അവരെ റിലീസിന് വേണ്ടിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു വിധി വന്നിരുന്നു. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിനെ കുറച്ചുകൂടെ കാര്യമായിട്ട് സുപ്രീം കോർട്ട് അതിനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്. നമുക്ക് പറയുകയാണെങ്കിൽ ഒരു 2 months ago നമ്മളത് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് അതിനെ പറ്റി വീണ്ടും ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആൻഡ് ആ ആർട്ടിക്കിളാണ് നമ്മളിന്ന് വായിക്കാൻ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ആർട്ടിക്കിളിന്റെ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ട് വരുന്നു എന്ന് വിചാരിച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒരു വിധി തെറ്റായ രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരന് എന്ത് ചെയ്യാം, അത് സുപ്രീം കോർട്ടിലോട്ട് പോയി സുപ്രീം കോർട്ടിന് ഇന്റർവീൻ ചെയ്യാം അല്ലെ. സുപ്രീം കോർട്ട് ഇന്റർവെൻഷനെ പറ്റിയാണ്. അപ്പം ഇവിടെ ബിൽക്കിസ് ബാനുവിന്റെ ഗ്യാങ് റേപ്പ് കേസിൽ ഉള്ള പ്രതികൾക്ക്, കൺവിക്റ്റുകൾക്ക് നേരത്തെ ബെയിൽ കൊടുക്കണം. അപ്പൊ അതിനൊരു റിവ്യൂ പ്ലീ വന്നിരുന്നു. അപ്പൊ ഈ റിവ്യൂ പ്ലീ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിനെ റിജക്ട് ചെയ്തു നമ്മുടെ സുപ്രീം കോർട്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഇറ്റ്സ് എ ക്വസ്റ്റനബിൾ റിഫ്യൂസൽ ആണ്. അതെന്തുകൊണ്ട് സുപ്രീം കോർട്ട് റിഫ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞൊരു ചോദ്യം ആയിട്ടാണ് ഇന്നത്തെ ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ. കാരണം ഒരു ലീഗൽ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു നമുക്ക് നമ്മളെ കറണ്ട് അഫയേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂലായാലും നിങ്ങൾക്ക് ഏതൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂലായാലും നിങ്ങൾക്ക് ഗുണപരമായ ഒരു കാര്യമാണ്. നമ്മൾ അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് അവർ ആർട്ടിക്കിൾ ഫോർ ദ ഡേ. ഓക്കെ, നമുക്ക് ഏതായാലും അത് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് കോട്ട്. ഇന്നത്തെ കോട്ട് ഇതാണ്: വെൽ ഡൺ ഈസ് ബെറ്റർ ദാൻ വെൽ സെഡ്. വെൽ ഡൺ ഈസ് ഹാഫ് ബിഗൺ എന്നൊരു ചൊല്ലുണ്ട്, അത് വേറെ. പക്ഷെ ഇന്നത്തെ ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എപ്പോഴും. ആ ചെയ്യാം അല്ലെ, ഞാൻ നല്ല രീതിയിൽ ചെയ്യും എന്നൊക്കെ നമ്മൾ പറയല്ലേ, ചെയ്തു എന്നൊക്കെ പറയുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് അതിനേക്കാൾ ഒരുപടി മുമ്പാണ് നമ്മുടെ പ്രവൃത്തി. പറച്ചിലിനേക്കാളും ഒരുപടി മുമ്പാണ് നമ്മുടെ പ്രവൃത്തി എന്ന് പറയും. സോ പ്രവൃത്തിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആക്ഷൻ, ദാറ്റ് ഈസ് വാട്ട് മാറ്റേഴ്സ് എന്ന രീതിയിലാണ് ഇവിടെ ഒരു ഇന്നത്തെ കോട്ട് വന്നേക്കുന്നത്. അപ്പോൾ റിമെമ്പർ ദാറ്റ് നമ്മുടെ നമ്മൾ പറയുന്ന പല കാര്യങ്ങളിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയ വെൽ ഡൺ, നല്ല രീതിയിൽ ഒരു കാര്യം ചെയ്യുകയാണ് നല്ല രീതിയിൽ പറയുന്നതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് എന്നാണ് ഇന്നത്തെ കോട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്നത്തെ ചിന്ത അതായിരിക്കട്ടെ. അപ്പോൾ വെൽക്കം വൺസ് അഗൈൻ എവരിവൺ. നമുക്ക് തുടങ്ങാം അല്ലെ. ഗുഡ് മോർണിംഗ്. കുറച്ച് പേരൊക്കെ ഗുഡ് മോർണിംഗ് തരുന്നു, ബാക്കിയുള്ളവരൊക്കെ ഉറക്കത്തിലാണോ? വേഗം രാവിലെ ഉറക്കം എണീറ്റ് വന്ന് എടുത്താണ്. എങ്ങനെയുണ്ടായിരുന്നു സൺഡേ ഒക്കെ?
അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻജോയ് ചെയ്ത് അത്യാവശ്യം ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്തൊക്കെയാണ് തിരിച്ചു വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും തുടങ്ങാം കേട്ടോ. നമ്മൾ കണ്ടുപിടിക്കുന്ന Attendant മലയാളം ചാനൽ നമ്മുടെ ആപ്പ് Attendant ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക, സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്യുമ്പോൾ ഏത് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ സ്റ്റേറ്റ് എക്സാംസ് ക്ലിക്ക് അവിടെ കേരള എക്സാംസ് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഡെയിലി ക്വിസസ്, മോക്ക് ടെസ്റ്റുകൾ, സബ്ജക്ട് വൈസ് ആയിട്ട് എക്സാം വൈസ് ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ മോക്ക് ടെസ്റ്റുകൾ കിട്ടും. അപ്പൊ പഠിക്കാം, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വിടാം. പഠിച്ച കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ, സെറ്റ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനുള്ള അവസരമുണ്ട്. കൂടാതെ നോട്ടിഫിക്കേഷൻസും ജോബ് അലേർട്സും ഒക്കെ കൃത്യമായിട്ട് കിട്ടും. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. ഇറ്റ് ഈസ് Attendant മലയാളം ചാനൽ. നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് SSC, ബാങ്കിങ്, ഇൻഷുറൻസ് അങ്ങനെയുള്ള സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സാംസിന്റെ ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കിട്ടും. കൂടാതെ നിങ്ങൾക്ക് മോട്ടിവേഷണൽ വീഡിയോസ്, സ്ട്രാറ്റജി വീഡിയോസ്, നിങ്ങൾക്ക് PYQ സെഷൻസ്, എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി കാര്യങ്ങളും ടിപ്സ് ആൻഡ് ട്രിക്സ് വരാറുണ്ട്. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളുണ്ട്, എക്സാം അനാലിസിസ് ഉണ്ട്, എല്ലാം കൃത്യമായിട്ട് കിട്ടും. പിന്നെ എഡിറ്റോറിയൽ, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് എല്ലാം ഇവിടെ കിട്ടും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കണ്ട. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണേ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് തുടങ്ങാം. വിതൗട്ട് ഫ്രേസൽ വെർബ്സ്, വൺ വേർഡ്സ് ആൻഡ് ഇഡിയംസ് ആദ്യം അത് നോക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ വൊക്കാബുലറി, സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ് ഒക്കെ നോക്കാം. അതിനുശേഷം നമ്മുടെ ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആൻഡ് സ്പോട്ട് ക്വസ്റ്റ്യൻ ഹോംവർക്ക് നോക്കുന്നു. അതിനുശേഷം നമ്മുടെ ഇന്നത്തെ ഹോംവർക്ക് തന്ന് നമുക്ക് വിരാമം വിടാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഇന്ന് കുറച്ചുണ്ട്, വൊക്കാബ് ഉണ്ട് കേട്ടോ, കുറച്ചധികം ഉണ്ട് ഇന്ന്. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് എന്താ ഒരു സംശയം തോന്നിട്ടുണ്ടല്ലോ. അർജന്റീന കപ്പ് കൊണ്ടോ എന്റെ സന്തോഷമാണ് അല്ലേ? അത് തന്നെ ഞാൻ അറിഞ്ഞിരുന്നു. ഞാൻ കണ്ടില്ല, ബട്ട് ഞാൻ കുറച്ചൊക്കെ 2 ഗോള് അർജന്റീന അടിച്ചു, അത് കഴിഞ്ഞിട്ട് 3 ഗോൾ അടിക്കുന്നവരെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. രണ്ടുപേരും ഫ്രാൻസ് ആൻഡ് അർജന്റീന 3-3 നിന്നതൊക്കെ ഞാൻ ഓർക്കുന്നു അതുവരെ. ഓക്കെ, യെസ്. എക്സാമിന് വൊക്കാബുലറി മോസ്റ്റ്ലി വരുന്നത് ടെക്സ്റ്റ് ബുക്ക് ഗ്ലോസറിയിൽ നിന്നാണോ, എങ്ങനെയാ? ടെക്സ്റ്റ് ബുക്ക് ഗ്ലോസറിയിൽ നിന്നല്ല വരുന്നത്. എക്സാമിന് കൂടുതലായിട്ട് വരുന്ന എഡിറ്റോറിയൽ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ എഡിറ്റോറിയൽ സ്ഥിരമായിട്ട് വരുന്ന വൊക്കാബുലറിൽ അതെന്തായാലും നിങ്ങൾക്ക് അടുത്ത വരുന്ന എക്സാമിനാണ്. ഇപ്പൊ സ്റ്റേറ്റ് എക്സാംസ് ആയാലും സെൻട്രൽ എക്സാംസ് ആയാലും കാണാറുണ്ട്. അപ്പോൾ ഗ്ലോസറി, ടെക്സ്റ്റ് ബുക്കിൽ ഗ്ലോസറി വെച്ചിട്ടല്ല വരുന്നത് കേട്ടോ. ഗ്ലോസറി പഠിച്ചോ, എത്രത്തോളം വൊക്കാബുലറി പഠിക്കുന്ന അത്ര നല്ലതാണ്. അഡീഷണൽ സോഴ്സ് ആയിട്ട് ഗ്ലോസറി യൂസ് ചെയ്യാം എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഡെയിലി കിട്ടുന്ന വൊക്കാബുലറി, എഡിറ്റോറിയൽ കിട്ടുന്ന വൊക്കാബുലറി എടുത്തു വെക്കുക. അതിപ്പോ ഫ്രേസൽ വെർബ്സ് ആയാലും, വൺ വേർഡ്സ് ആയാലും, ഇഡിയംസ് ആയാലും, സിനോണിംസ് ആയാലും, ആന്റണിംസ് ആയാലും ഒക്കെ എഴുതി ഒരു 10 എണ്ണമെങ്കിലും സ്ഥിരമായിട്ട് ഒരു ശീലമായിക്കണം. ഒരു 10-20 ഒക്കെ എഴുതുക വിത്ത് സെന്റൻസ് ഫ്രെയിം ചെയ്ത് പോകാം കേട്ടോ. അപ്പൊ അങ്ങനെ പോയാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അത് ബ്രെയിനിൽ രജിസ്റ്റർ ആവുള്ളൂ. അങ്ങനെ പഠിക്കാം. ആൻഡ് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ വിളിക്കുമ്പോഴൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുക. അത് യൂസ് ചെയ്യുക. ഡെയിലി വേർഡ്സ് ഉപയോഗിക്കുക കൂടി ചെയ്യണം. അപ്പോഴാണ് അതിൽ ഉപകാരം വരുള്ളൂ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ, യെസ്, ക്ലിയർ? All right. Okay then. Moving on, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഫ്രേസൽ വെർബ് നോക്കിക്കേ. ടേക്ക് പ്ലേസ്. എന്താണ് ടേക്ക് പ്ലേസ്? നമുക്ക് പറയാം അല്ലെ. An accident took place at the junction. ജംഗ്ഷനിൽ ഒരു ആക്സിഡന്റ് നടന്നു കേട്ടോ. ടേക്ക് പ്ലേസ് മീൻസ് happen അല്ലെങ്കിൽ occur. അതാണ് നമ്മുടെ ടേക്ക് പ്ലേസ് എന്ന വാക്കിന്റെ അർത്ഥം. വിനു അല്ലെ, ഫ്രേസൽ വെർബ് സ്ഥിരമായിട്ട് പറയുന്ന ഫ്രേസൽ വെർബാണ്. അടുത്ത ഒരു ഇഡിയം നോക്കിക്കേ. ഇറ്റ്സ് ആൻ ഇഡിയം, സ്റ്റാൻഡ് ടു റീസൺ. സ്റ്റാൻഡ് ടു റീസൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബി സെൻസിബിൾ ഓർ അണ്ടർസ്റ്റാൻഡബിൾ. ഇറ്റ് സ്റ്റാൻഡ്സ് ടു റീസൺ. അത് നമുക്ക് സെൻസിബിൾ ആണ്, അത് മനസ്സിലാകാൻ പറ്റുന്നതേ ഉള്ളൂ. ഇറ്റ് സ്റ്റാൻഡ്സ് ടു റീസൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സെൻസിബിൾ, ഇറ്റ് ഇസ് അണ്ടർസ്റ്റാൻഡബിൾ, അത് മനസ്സിലാവുന്നതേ ഉള്ളൂ എന്ന് പറയില്ല. അതാണ് സ്റ്റാൻഡ് ടു റീസൺ എന്ന് പറയുന്നത്. അടുത്ത വേർബ് ആയിട്ട് വരുന്ന സ്റ്റാൻഡ് ആണ്, ഓർത്തോണേ. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിച്ചോണം. അപ്പൊ അതില് അർത്ഥം എന്താ വെച്ചാൽ നമുക്ക് സെൻസിബിൾ ആവുന്ന, അണ്ടർസ്റ്റാൻഡബിൾ ആവുന്ന എന്ന അർത്ഥത്തിലാണ്, ഇഡിയമാണ് കേട്ടോ സ്റ്റാൻഡ് ടു റീസൺ എന്ന് പറയുന്നത്. അടുത്ത ഇൻഫോഴ്സ്. പ്രാബല്യത്തിൽ വരിക എന്ന് പറയില്ല, ഇൻ എഫക്റ്റ്. അതാണ് ഫോഴ്സ്, ഇൻ ഫോഴ്സ് എന്ന് പറയുന്നത്. സംതിങ് ഇൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രാബല്യത്തിൽ വരിക, വാലിഡ് ആവുക, ഓപ്പറേറ്റീവ് ആവുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോ അല്ലാതെ ഒരു അർത്ഥം കൂടെ അതിനുണ്ട് കേട്ടോ. ഇൻ ഫോഴ്സിന് വേറെ അർത്ഥം. ഫോഴ്സിന് നമുക്ക് നമ്മൾ പറയില്ലേ, ആൾക്കാർ ഗ്രേറ്റ് നമ്പർ, ഇൻ ഗ്രേറ്റ് നമ്പർ, അതായത് എന്താ പറയാ, പോലീസ് എന്താണ്, a lot of policemen are in force എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട് കേട്ടോ. ഇൻ ദ ജംഗ്ഷനിൽ ഒരുപാട് പേര് ആൾക്കാരുണ്ട് കേട്ടോ. പ്രൊട്ടസ്റ്റിൽ അതിനെതിരെ ഒരുപാട് പോലീസുകാർ വന്നിട്ടുണ്ട്. ഇൻ ഗ്രേറ്റ് നമ്പേഴ്സ്, they came in great strength എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് നമ്മൾ ഇൻഫോഴ്സ് എന്ന് പറയുന്നത്. രണ്ടർത്ഥം അതാണ് അർത്ഥം. ഒന്ന് പ്രാബല്യത്തിൽ വരിക, വാലിഡ് ആവാത്ത അർത്ഥം. അല്ലാതെ ഇൻ ഗ്രേറ്റ് നമ്പർ, ഇൻ ഗ്രേറ്റ് സ്ട്രെങ്ത് എന്നും നമ്മുടെ ഇൻഫോഴ്സിന് അർത്ഥം ഉണ്ടോന്ന് ഓർത്തോണം കേട്ടോ. അടുത്ത സെറ്റപ്പ്. അറിയാലോ, സെറ്റപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക. സെറ്റപ്പ് ചെയ്യാം അറിയാലോ. സെറ്റപ്പ് ഈസ് എ ഫ്രേസൽ വെർബ്, പഠിച്ചിട്ടുള്ളതാണ്. യെസ്റ്റർഡേ ആൻ ആക്സിഡന്റ് വാസ് ടു പ്ലേസ്. വാസ് വരില്ലടാ ശരത്തെ. വാസ് പറയുമ്പോ എന്താ, വാസും പ്ലസ് ടു പ്ലേസ് വരുമ്പോ എന്താ വരിക?
അത് തെറ്റിയില്ലേ? ബിയുടെ കൂടെ V2 ഒരിക്കലും വരില്ല. വാസ് ടേക്കൺ പ്ലേസ് നമ്മൾ പറയുമായിരുന്നു, വാസ് ടേക്കൺ പ്ലേസ്. പക്ഷെ ഒരു പ്രോബ്ലം കൂടി ഉണ്ട് അവിടെയും. എന്താ വെച്ചാല് നമ്മള് ഒരു ആക്സിഡന്റ് നടന്നു എന്ന് പറഞ്ഞാൽ മതി. അവിടെ പിന്നെ അത് എന്താണ് അതിന്റെ കൂടെ നടക്കപ്പെട്ടു എന്ന് പറയില്ല, ആരാലോ നടക്കപ്പെട്ടു എന്ന് പറയില്ല. അപ്പൊ അതിൽ വാസ് അങ്ങ് കട്ട് ചെയ്തല്ല, took place മാത്രം മതി. Yesterday an accident took place before me in the last street. Before me അല്ല, in front of me. കേട്ടാ, എന്റെ മുമ്പിൽ ബിഫോർ മീ എന്ന് പറയില്ലടാ. ബിഫോർ മീ എന്നെക്കാളും മുമ്പ് എന്നുള്ള അർത്ഥത്തില്ല, അത് തെറ്റാ. ബിഫോർ മീ അല്ല, ഇൻ ഫ്രണ്ട് ഓഫ് മീ ഇൻ ദ സ്ട്രീറ്റ് ആൻഡ് ഐ വാസ് സർപ്രൈസ്ഡ് എന്ന് കൊടുക്കുക. കേട്ടോ, ചേർത്തെ രണ്ട് മാറ്റമുണ്ട്. യെസ്റ്റർഡേ ആൻ ആക്സിഡന്റ് ടുക്ക് പ്ലേസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ ഇൻ ദ സ്ട്രീറ്റ് ആൻഡ് ഐ വാസ് സർപ്രൈസ്ഡ് എന്ന് കൊടുക്കാം. ഹിസ് ഇല്ലോജിക്കൽ തോട്ട്സ് stood to reason. That's great. ആരതി, ഗുഡ് മോർണിംഗ്. കുറെ നാളായല്ലോ. എക്സാം ഒക്കെ കഴിഞ്ഞോ? ഞാൻ കാണാറുണ്ട് റെക്കോർഡഡ് വീഡിയോസിന് ശേഷം എന്നും നമ്മുടെ കോമന്റ് സെക്ഷനിൽ എനിക്ക് ആൻസർ തരുന്ന ഒരാളാണ് ആരതി. എനിക്കറിയാം, ഡെയിലി വന്നുകൊണ്ടിരുന്ന ആളാണെന്നൊക്കെ എനിക്കറിയാം. ഇപ്പൊ കുറെ ആയല്ലോ കണ്ടിട്ട്. എക്സാം ഒക്കെ കഴിഞ്ഞോ? സ്ഥിരമായോ? ഇനിയിപ്പോ സ്ഥിരം വരുമോ? അങ്ങനെ. ദിസ് ഫെസ്റ്റിവൽ ടേക്സ് പ്ലേസ് എവറി ഇയർ. ദാറ്റ്സ് ഗ്രേറ്റ് സെന്റൻസ് അനു, ദാറ്റ്സ് ഗ്രേറ്റ്. ഗുഡ് മോർണിംഗ് ഷൈനി. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഒരുപാട് പേര് പിന്നെയും ജോയിൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അങ്കിത ഗുഡ് മോർണിംഗ്, ലക്ഷ്മി എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓക്കെ, ജിന്നു ഗുഡ് മോർണിംഗ്. The film was a failure because some elements in the script was not stood to reason. Was not stood to reason alla, was not stood to reason alla. Some elements in the script has not stood to reason. Keട്ടോ, has not stood എന്ന് കൊടുത്തു. അവിടെ പാസിവൈസേഷൻ പറ്റില്ല, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അവിടെ പാസിവൈസേഷന്റെ ആവശ്യമില്ല, അവിടെ ഡയറക്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള ഫോർമുലേഷന്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് അവിടെ വാസ് നോട്ട് സ്റ്റുഡ് അല്ല, ഹാസ് നോട്ട് സ്റ്റുഡ് ടു റീസൺ എന്ന് കൊടുക്കുക. അപ്പൊ കറക്റ്റ്. ഹാസ് പ്ലസ് V3 പെർഫെക്റ്റ് ടെൻസ് വരുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്ത് നോക്കിക്കേ, ടേക്കപ്പ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ ടേക്കപ്പിന്റെ അർത്ഥം. ഒന്ന്, ടേക്കപ്പ് ദ റിസോഴ്സ് ഒക്കെ പറയും, കൺസ്യൂം ചെയ്യാം. ഐ ആം നോട്ട് ഗോയിങ് ടു ടേക്കപ്പ് യുവർ ടൈം. ഞാൻ പറഞ്ഞില്ലേ, ഐ എം നോട്ട് ഗോയിങ് ടു ടേക്കപ്പ് മച്ച് ഓഫ് യുവർ ടൈം. നിങ്ങളുടെ ഒരുപാട് സമയമൊന്നും ഞാൻ കൺസ്യൂം ചെയ്യുന്നില്ല അല്ലെ, അതാണ്. അപ്പോ ടേക്കപ്പ് ഒന്ന്. രണ്ടാമത് എന്താ? ടേക്കപ്പ് ആ റെസ്പോൺസിബിലിറ്റി, ബി ഇൻവോൾവ് ഇൻ, ബി ഇൻട്രസ്റ്റഡ് ഇൻ, ബി എൻഗേജ്ഡ് ഇൻ, അതാണ് ടേക്കപ്പ്. അപ്പൊ ടേക്കപ്പിന് രണ്ടർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർത്ത് വെച്ചോളാം. യെസ്, ഐ വിൽ നോട്ട് അലൗ ദ ലോ കം ഇൻ ഫോഴ്സ് ഇഫ് ഐ എം അലൈവ് ലോങ്. allow the law, allow to the law പറയില്ല. I will not allow to the law അല്ല, allow കഴിഞ്ഞിട്ട് ടു വേണ്ട കേട്ടോ ശരത്തെ. allow the law, allow ചെയ്യുക. എന്ത് allow ചെയ്യുക എന്ന് കൊടുക്കുക. ട്രാൻസിറ്റീവ് വെർബ്, അവിടെ ടു കൊടുക്കരുത്, നേരെ ഒബ്ജക്റ്റ് ഇട്ട് കൊടുക്കുക. I will not allow this, ഇത് ഞാൻ allow ചെയ്യില്ല. I will not allow the law to come into effect, law പ്രാബല്യത്തിൽ വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന്. അപ്പൊ allow കഴിഞ്ഞിട്ട് ടു വേണ്ട, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചോണം ശരത്തെ. ആദ്യത്തെ അപ്പൊ എക്സാം കഴിഞ്ഞു, അത് മതി. ശരി, എല്ലാം സെറ്റ് ആയിരുന്നോ? സംഭവമൊക്കെ സെറ്റ് ആയി നടന്നോ? ലാസ്റ്റ് ഡേ വേൾഡ് കപ്പ് ഫൈനൽ ടു പ്ലേസ് ഫോർ ലിയോ മെസ്സി. സത്യം, ഇന്നലെ ശരിയാണല്ലേ, മെസ്സിക്ക് വേണ്ടിയുള്ള വേൾഡ് കപ്പ് ആയിരുന്നു തോന്നുന്നു. ഐ വാസ് അറസ്റ്റഡ് ഫോർ സാറ്റപ്പ് സം ഇല്ലീഗൽ മൈനിങ് ടു സെറ്റപ്പ് അല്ലെ, ഫോർ സെറ്റിംഗ് അപ്പ്. ഫോർ സെറ്റപ്പ് അല്ലടാ, ഫോർ എന്ന് പറയുന്നത് ഇതാണ്, പ്രിപ്പോസിഷൻ ആണ്. പ്രിപ്പോസിഷന് ശേഷം എപ്പോഴും നമുക്കൊരു ഒബ്ജക്റ്റ് വരേണ്ടത് അല്ലെ. അതുപോലെ തന്നെയാണ് നമുക്കൊരു വെർബും, ട്രാൻസിറ്റീവ് വെർബാണ്, ഉറപ്പായിട്ടും അതിനുശേഷം ഒബ്ജക്റ്റ് വരണം നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഫോർ എന്ന് പറയുന്ന പ്രപ്പോസിഷന് ശേഷം സെറ്റപ്പ് എന്ന വെർബ് V1 കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതിന് നീ ജെറണ്ട് കൊടുത്തോ. വെർബിന്റെ നൗൺ ഫോർമുലേഷൻ എന്താ? ജെറണ്ട് ആണ്. അപ്പൊ എന്ത് കൊടുക്കണം എന്നറിയോ ശരത്തെ? ഐ വാസ് അറസ്റ്റഡ് ഫോർ സെറ്റിംഗ് അപ്പ് സം ഇല്ലീഗൽ മൈനിങ് കൺസ്ട്രക്ഷൻ എന്ന് കൊടുക്കും. ഫോർ സെറ്റിംഗ് അപ്പ് കേട്ടോ. ഫോർ സെറ്റപ്പ് കൊടുക്കല്ലേ, ഗ്രാമാറ്റിക്കലി തെറ്റാ. ഫോർ സെറ്റിംഗ് അപ്പ് ഒന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കുക. ഒരു പ്രപ്പോസിഷന് ശേഷം എപ്പോഴും വെർബിന്റെ V1 ഒരിക്കലും വരില്ല. വെർബിന്റെ ഏത് ഫോർമുലേഷൻ, ഒരേ ഫോർമുലേഷൻ വരുന്നത്, ദാറ്റ് ഇസ് നൗൺ ഫോർമുലേഷൻ. നൗൺ ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ ജെറണ്ട്, ING ഫോം കേട്ടോ. സ്റ്റോപ്പ് പുട്ടിംഗ് പെഡൽ ഇൻ ടു മെറ്റൽ സിൻസ് ആക്സിഡന്റ് വിൽ ടേക്ക് പ്ലേസ്. ഓക്കെ, ഓൾ റൈറ്റ്. After 36 years, Argentina come back in force. After 36 years, അർജന്റീന കം ബാക്ക് അല്ല, കംസ് ബാക്ക് ഇൻ ഫോഴ്സ്, അല്ലെങ്കിൽ കെയിം ബാക്ക്. ഒന്ന് അർജന്റീന എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ് കേട്ടോ അങ്കിത. അപ്പൊ സിംഗുലർ ആയതുകൊണ്ട് കംസ് ബാക്ക് ഇൻ ഫോഴ്സ് പറയാ, അല്ലെങ്കിൽ കെയിം ബാക്ക് എന്ന് പറഞ്ഞു, എന്നാലും കുഴപ്പമില്ല കേട്ടോ. മെജോറിറ്റി പീപ്പിൾ വിൽ സ്റ്റാൻഡ് ടു റീസൺ because they have sense to differentiate. That's great sentence. My friend took up the food that my mom has given to me. കൊള്ളാം. സ്ഥിരമായിട്ട് നടക്കുന്ന പരിപാടിയല്ലേ ഫ്രണ്ട്സ് അല്ലെ, അതിലൊന്നും ഒരു എന്താ പറയാ, ഫ്രണ്ട്സ് ആകുമ്പോൾ അങ്ങനെയാണ്. അടുത്ത് നോക്കാം, ഹോൾഡ് ബാക്ക് ചെയ്യുക. നമ്മളൊരു കാര്യം ഹോൾഡ് ബാക്ക് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ? ഹിൻഡർ ചെയ്യുക അല്ലെ, പ്രിവെന്റ് ചെയ്യുക, റെസ്ട്രിക്ട് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട് ഹോൾഡ് ബാക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഹോൾഡ് ബാക്കിന് വേറെ അർത്ഥമുണ്ട്, ഹെസിറ്റേറ്റ് ചെയ്യുക, മടി പിടിക്കുക. ഒരു കാര്യത്തോട് നമ്മൾ അൺവില്ലിങ് ആകുക, അതിനെയും ഹോൾഡ് ബാക്ക് പറയും.
Okay, so hold back in രണ്ടർത്ഥമുണ്ട്. ഒന്ന് hesitate ചെയ്യുക, അടുത്ത് prevent or restrict എന്നൊക്കെ അർത്ഥം വരും. hinder ചെയ്യുക എന്നൊക്കെ പറയില്ല, അത് ഓർത്തോണേ. അടുത്ത് അഡോക് കമ്മിറ്റി എന്ന് കേട്ടിട്ടില്ലേ? അഡോക് എന്ന് പറയുന്ന adjective ആയിട്ടും adverb ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു phrase ആണ്. I tell you, it's a phrase actually. അത് adjective ആയിട്ട് ഉപയോഗിക്കാം, adverb ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അഡോക് എന്ന വാക്ക് ലാറ്റിൻ phrase ആണ്. ഈ ലാറ്റിൻ phrase-ന്റെ അർത്ഥം ഇതാണ്: for specific purpose as necessary. സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാണ്. ഒരു പ്രത്യേക ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ആവശ്യം വരുമ്പോൾ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സാധനത്തിനെ നമ്മൾ അഡോക്ക് എന്ന് പറയും. ഫോർ എ സ്പെഷ്യൽ പർപ്പസ് ആസ് നെസസറി, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അഡോക്ക് എന്ന് വിളിക്കുക. അഡ്ജക്റ്റീവ് ആയിട്ടും അഡ്വേർബ് ആയിട്ടും നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു ഫ്രേസ് ആണ് കേട്ടോ, ഓർത്തോ. അടുത്ത അപ്പലറ്റ്. അപ്പലറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ തന്നെയാണ്. അപ്പലറ്റ് കൗൺസിൽ, അപ്പലറ്റ് ജൂറിസ്ഡിക്ഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് എന്താ അപ്പലറ്റ്? ഒരു ലീഗൽ ടേം. അതിന്റെ അർത്ഥം ഇതാണ്: ഇൻവോൾവിംഗ് ആൻ അറ്റംപ്റ്റ് ടു ഗെറ്റ് എ ലീഗൽ ഡിസിഷൻ ചേഞ്ച്. ഒരു ലീഗൽ ഡിസിഷനെ ചേഞ്ച് ചെയ്യാൻ കഴിവുള്ളത്, ചേഞ്ച് ചെയ്യാൻ മാത്രമുള്ള ഒരു പവറുള്ള ഇതാണ് അപ്പലറ്റ് എന്ന് പറയുന്നത്. ചേഞ്ച് ചെയ്യപ്പെടാനുള്ള ഒരു ഇതുണ്ട്, സാധ്യതയുള്ളത് എന്നാണ് അപ്പലറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അപ്പലറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ, ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതോറിറ്റി, അതോറിറ്റിയെ മാറ്റാൻ കഴിവുള്ളത് എന്നുള്ള അർത്ഥമാണ്. സോ ഇൻവോൾവിംഗ് ആൻ അറ്റംപ്റ്റ് ടു ഗെറ്റ് എ ലീഗൽ ഡിസിഷൻ ചേഞ്ച്, ഒരു ലീഗൽ ഡിസിഷനെ ചേഞ്ച് ചെയ്യാൻ, റിവൈസ് ചെയ്യാൻ മാത്രം കഴിവുള്ള ഒരു സാധനം. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണത്, ഓർത്തോണം. അപ്പലറ്റ് എന്ന് വാക്ക് കേട്ടോ, ഓർത്തോണം കേട്ടോ. ഓക്കെ, നോക്കട്ടെ, അടുത്ത സെന്റൻസ് നോക്കട്ടെ. She took up an apple which was stolen from me. That's great. The transgression took place yesterday. Was no stood to reason. Was no stood to reason വരില്ല, സോ ഇങ്ങനെ മാറ്റണേ. The transgression took place yesterday. ഇങ്ങനെ കൊടുക്കണേ. അവിടെ ഒരു എഴുതുമ്പോൾ എപ്പോഴും ഓർത്തോണം. The transgression which took place yesterday. ഇന്നലെ took place, which took place yesterday. Didn't stand to reason. Didn't, was no stood അല്ല, didn't stand to reason, was not sensible എന്ന് കൊടുക്കാം കേട്ടോ. The transgression which took place yesterday didn't stand to reason എന്ന് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് ആവും. The new law regarding mandatory 6 airbags in 4-wheeler in force from in force അല്ല, is in force from October 2023 or will be in force. October 23 വരെ, 23 മുതൽ വരും, പുറത്തോട്ട് വരും എന്ന് will be in force കൊടുക്കാം കേട്ടോ. The new law regarding mandatory 6 airbags in 4-wheeler will be in force from October 23 എന്ന് കൊടുക്കാം കേട്ടോ. ഓക്കെ, ജിനു അത് ശ്രദ്ധിക്കാം. If we hold back our action, we will lose the result. All right, we'll miss the result അല്ലേ? Okay. Setting up of vast empire stood to reason and came in force. That's great. She held back her son from playing outside. That's great. Both the players in Argentina and France played in force yesterday. Yeah, in numbers, in great strength. Great. Okay. He holds back from the work. That's great. I promise you, no one hold back. No one hold back alla charathe. No one holds back. I promise you. ഞാൻ promise ചെയ്യുന്നു. No one holds back. No one hesitates. So come on, buckle your shoes and run. That's great. The Kerala government has hold അല്ലേ രഞ്ജു? ഹോൾഡിന്റെ പാസ്റ്റൻസ് എന്താ? ഹെൽഡ് ആണ് കേട്ടോ. ഹോൾഡിന്റെ പാസ്റ്റൻസ് ആൻഡ് V3 എന്താ? ഹെൽഡ് ആണ്. അപ്പൊ എടുത്തോളൂ, ഹെൽഡ് എന്ന് കൊടുത്തോളൂ കേട്ടോ. ഇത് V2 V3 ഹെൽഡ് ആണ്. അപ്പൊ അത് കൊടുക്കുക, ഹാസ് ഹെൽഡ് ബാക്ക് എന്ന് കൊടുക്കണേ. ഓക്കെ, the Kerala government has held back the Bharat registration series. Okay, the transfer of case to the appellate court stands to reason. Great. In order to hold back illegal mining in restrictive areas, an ad hoc committee came into force. That's great sentence, Arabi. The incremented pension scheme is in force from next year onwards. That's great. I will not believe in any laws of the land that what the decision was taken up by the appellate authority. Vote alla. Laws എന്ന് already പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പിന്നെ അതിലൂടെ വോട്ട് പറയത്തില്ല. I will not believe in any laws of the land that the decision was taken up by the appellate authority. That അവിടെ വോട്ട് പറ്റില്ല. വോട്ട് ആന്റിസിഡന്റ് ഇല്ലാത്തടത്താണ് വോട്ട് വരുന്നത്. കൺഫ്യൂഷൻ ഉള്ള എടുത്താണ് വോട്ട് വരുന്നത്. ഇവിടെ കൺഫ്യൂഷൻ ഇല്ല, ലോ എന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ദാറ്റ് എന്ന് സ്പെസിഫിക് ആയിട്ട് കൊടുക്കാം കേട്ടോ. ദാറ്റ് എന്നോ വിച്ച് എന്ന് കൊടുത്ത് ഇവിടെ കൊടുത്തോളൂ, റിലേറ്റീവ് പ്രൊനൗൺ കൊടുത്തോളാം. ബട്ട് യു കനോട്ട് യൂസ് വോട്ട് അവിടെ കേട്ടോ. ശരത്തെ ശ്രദ്ധിക്കാം. ഹോൾഡിംഗ് ബാക്ക് ജോ ഫ്രം ടേക്കിംഗ് അപ്പ് ജങ്ക് ഫുഡ് ഡിസ്കണ്ടന്റഡ് ഹെർ. ദാറ്റ്സ് ഗ്രേറ്റ്.
അല്ലനോബെ അല്ലല്ല. അഡോക്ക് എന്ന് പറയുന്നത് വെർബ് അല്ല. അഡോക്ക് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അഡ്വേർബ് ആയിട്ട് ഉപയോഗിക്കാം. ഇറ്റ്സ് എ ഫ്രേസ്, ഒരു ഫ്രേസ് മാത്രമാണ്. ഇറ്റ്സ് നോട്ട് എ ഫ്രേസൽ വെർബ് അല്ല, അതൊരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രേസ് ആണ്. അതാ പറഞ്ഞ അഡോ കമ്മിറ്റി എന്ന് പറഞ്ഞു കേട്ടോ, എന്ന് കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്താ അഡോക്ക് എപ്പോഴും ഒരു എന്താ പറയാ, നമ്മളൊരു ഒഫീഷ്യൽ യൂസേജിൽ മാത്രം ഉപയോഗിക്കുന്ന സാധനം. സ്പെസിഫിക് പേർപ്പസിന് വേണ്ടിയിട്ട് എന്നുള്ളത്, സ്പെസിഫിക് പേർപ്പസിന് വേണ്ടിയിട്ട് എന്ന് പറയും അത്. അപ്പോൾ അഡോ കമ്മിറ്റി എന്ന് എപ്പോഴും വരാറുണ്ട്. അഡോ കമ്മിറ്റി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതാണ്. അതിന് എന്താണ് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം, അഡ്വേർബ് ആയിട്ട് ഉപയോഗിക്കാം. രണ്ട് യൂസേജ് ഉള്ളൂ, വേറെ ഒന്നും ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. അനുപേ ഹിസ് എ ടാസിറ്റേൺ, ഹി പ്രിസർവ്സ് വേർഡ്സ് ആസ് ഇറ്റ് ഈസ് അഡോക്ക്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. സ്പെസിഫൈഡ് പേർപ്പസ് അല്ലേ, റെസ്ട്രിക്ട് ചെയ്ത് വെക്കാതെ. പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഷമാസെ, ഇത് നമ്മൾ എന്തിനും ഉപയോഗിക്കില്ല. ലോക്കൽ ഇതായിട്ട് നമ്മളിപ്പം ഒരു കാഷ്വൽ കോൺവെർസേഷനിൽ, ഇൻഫോർമൽ കോൺവെർസേഷൻ നമ്മൾ അഡോക്ക് ഉപയോഗിക്കില്ല. അപ്പൊ അതിന്റെ മീനിങ്ങേ മാറിപ്പോകും. അഡോക്ക് എപ്പോഴും ഫോർമൽ വേർഡാണ്, ഫോർമൽ ഫ്രീസ് ആണ്, ഓർത്തോണം കേട്ടോ. The Ad hoc committee is set up to study the economic recession. That's great. Central government is holding back to give permission to KPSC project. That's great. There lies an urgency of an ad hoc committee regarding mitigating tax procedure. That's great sentence. Appo markandinu namukkulla phrases okke onu orthu vecholla and one words. Take place, stand to reason, enforce, set up, take up, hold back, ad hoc, appellate. ഇതാണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഇന്നത്തെ phrases and വേർഡ്സ് ആൻഡ് ഇഡിയംസ് ഒക്കെ. അപ്പൊ നമുക്ക് എന്ത് പോവാം, നമുക്ക് നേരെ നമ്മുടെ വൊക്കാബുലറിലോട്ടോ സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സിലോട്ടൊക്കെ പോവാം അല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ 17% ഡിസ്കൗണ്ട് നമ്മുടെ കോഴ്സുകൾക്ക് എല്ലാം ഉള്ള കാര്യം മറക്കണ്ട. അതുപോലെ SSC CHSL ക്ലാസ്സുകൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് 19-ാം തീയതി, ഇന്നാണ് നമ്മുടെ SSC CHSL ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. SSC CHSL അപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ആയിട്ടില്ല. അപ്ലിക്കേഷൻ ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് വരാൻ പോകുന്നത് നമ്മുടെ 4-ാം തീയതിയാണ്. അപ്പോൾ CHSL അപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനി ആലോചിച്ചുകൊണ്ട് നിൽക്കണ്ട, സമയമുണ്ടല്ലോ നമുക്ക് എന്ന് വിചാരിച്ചുകൊണ്ട് നിന്ന് അവസാനം താമസിക്കും. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കയ്യിൽ വെച്ചിട്ട് നോട്ടിഫിക്കേഷൻ, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഏജ് റിലാക്സേഷനോ അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ അക്കോർഡിംഗ് ടു സെൻട്രൽ ഗവൺമെന്റ് നോംസ് അത് മേടിച്ച് വെച്ചോളൂ കേട്ടോ. എല്ലാത്തും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിരിക്കുക, പഠിച്ചു പോയാൽ കൃത്യമായിട്ട് കയറാം. 4500 സീറ്റ്സ് ആയിട്ടാണ് ഉള്ളത്, അതായത് വേക്കൻസി ഉള്ളത് 4500 പ്ലസ് ആണ്. അപ്പോൾ അത് കൂടാൻ നല്ല ചാൻസ് ഉള്ള ഒരു ഇതാണ്. ഇത്തവണത്തെ സെൻട്രൽ ഗവൺമെന്റ് എക്സാം ഞാൻ ശാഖര തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ CHSL +2 ലെവലുള്ള ഒരു എക്സാമാണ്, നല്ല സിമ്പിളാ എക്സാം. CGL ഒക്കെ വെച്ച് നോക്കുമ്പോൾ എളുപ്പമാണ്. CHSL അത് കഴിഞ്ഞ് CGL അതേ പോസ്റ്റിലോട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുന്ന സാധ്യതയുള്ള ഒരു പോസ്റ്റാണ്. അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ വേണ്ടാന്ന് വെക്കരുത്, അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യാൻ മാത്രമല്ല പഠിച്ച് തുടങ്ങാം, പഠിച്ച് മുന്നോട്ട് പോകണം. കാരണം ഫെബ്രുവരി എക്സാം ഉണ്ടാവും, Tier 1 എല്ലാത്തിനും അറിയാലോ. Tier 1 Tier 2 ആക്കി ഇപ്പം CGL-നും CHSL-നും. അതുകൊണ്ട് അതനുസരിച്ച് നോക്കുക. ആൻഡ് പിന്നെ നമുക്കുള്ളത് ചില പോസ്റ്റുകൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റും ചില പോസ്റ്റുകൾക്ക് മാത്രം നിങ്ങൾക്ക് എന്താണ് ടെസ്റ്റ് ഉള്ളത്, അപ്പോൾ സ്കിൽ ടെസ്റ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് ഇത് പഠിക്കുക. നമുക്ക് 3 പോസ്റ്റുകൾ DU ഉണ്ട്, അതുപോലെ നമുക്ക് JSA ഉണ്ട്, ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ്, അതുപോലെ LDC. ഈ പോസ്റ്റുകളാണ് ഉള്ളത്. അപ്പോൾ ഇതിനാണ് 4500 വേക്കൻസി വരുന്നത് പറയുമ്പോൾ അത് തന്നെ വലിയൊരു കാര്യമാണ്, അത് ഓർത്തോളാം. അപ്പോൾ നമ്മുടെ കോഴ്സ് എന്നാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. 2240 രൂപയാണ് നമ്മുടെ കോഴ്സ് ഫീ. അപ്പോൾ ജോയിൻ ചെയ്ത് താല്പര്യമുള്ളവർ എൻ്റെ കോഡ് അപ്ലൈ ചെയ്യാം, Y314 Y314 കോഡ് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടി 2240 രൂപയ്ക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അതുപോലെ നമ്മുടെ DRDOയുടെ ക്ലാസ്സുകളും മുന്നോട്ട് പോകുന്നുണ്ട്. ആരെങ്കിലും ഇനിയും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ വേഗം ജോയിൻ ചെയ്യുക. നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ 2400 രൂപയ്ക്കുള്ള നമുക്ക് കോഴ്സ് കിട്ടും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, DRDO എക്സാം ഒറ്റ എക്സാമേ ഉള്ളൂ, ഇത് എല്ലാത്തിനും കൂടി കൂടിയിട്ട്. അപ്പോൾ 10th ലെവലും +2 ലെവലും ഡിഗ്രി ലെവലുള്ള പോസ്റ്റുകൾക്കൊക്കെ വേണ്ടി ഒറ്റ എക്സാം. അത് കഴിഞ്ഞിട്ടാണ് സ്പെസിഫിക് ആയിട്ട് നിങ്ങളെ ഫിസിക്കൽ ടെസ്റ്റ് മറ്റു കാര്യങ്ങളിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ബേസിക് മുതലാണ് കവർ ചെയ്യുന്നത്. ജോയിൻ ചെയ്ത് താല്പര്യമുണ്ടെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ജോയിൻ ചെയ്യാം. ഒരു ജാനുവരി ലാസ്റ്റോ അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോഴേക്കും എക്സാം പ്രതീക്ഷിക്കാം. ഓക്കെ, ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മൂവിംഗ് ഓൺ ടു അവർ വൊക്കാബ്. നമുക്ക് വൊക്കാബുലറി ഇട്ട് പോകാം. ആദ്യത്തെ വൊക്കാബുലറി പിടിച്ചോ, റിവിഷൻ. കേട്ടിട്ടുണ്ടായിരിക്കില്ല റിവിഷൻ. റിവിഷൻ എന്ന് പറഞ്ഞ എന്റെ അർത്ഥം നൗഡാണ്, അർത്ഥം ഇത്രേ ഉള്ളൂ. ക്യാൻസലേഷൻ അല്ലെങ്കിൽ സെറ്റിംഗ് അസൈഡ്, മാറ്റി വെക്കുക. ഇപ്പത്തേക്ക് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചേക്ക്, ഇപ്പൊ വേണ്ട. അല്ലെങ്കിൽ റെസ്പൈറ്റ്, ഒരു തൽക്കാലത്തേക്ക് ഒരു ഇതില്ലേ, മാറ്റിവെക്കലാണ്, അത് ഒരു ബ്രേക്ക് എടുക്കലാണ്, അതിന് റിമിഷൻ എന്ന് പറയാം. സോ റിമിഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻസലേഷൻ, സെറ്റിംഗ് അസൈഡ് അല്ലെങ്കിൽ റെസ്പൈറ്റ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അടുത്ത് നോക്കിക്കേ, കോൺവിക്റ്റ്. കോൺവിക്റ്റ് എന്ന് പറയുമ്പോൾ കൺവിക്ഷൻ എന്ന് പറയുന്ന നൗൺ ഇവിടെ ഉണ്ട് കേട്ടോ. കോൺവിക്റ്റ് നൗൺ ആണ്, വെർബായിട്ട് കോൺവിക്റ്റ് എന്ന് പറയും. കോൺവിക്റ്റ് അല്ല, കൺവിക്റ്റ് എന്ന് പറയും. കൺവിക്റ്റ് ചെയ്യാം, അവിടെയാണ് നമ്മൾ കൺവിക്ഷൻ ഓർത്തിരിക്കണം. ഞാൻ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കൺവിക്ഷൻ എന്ന് പറയുന്ന ഒരു നൗൺ ഉണ്ട്. കൺവിക്ഷന് രണ്ടർത്ഥമുണ്ട്, ബിലീഫ്, ഒപ്പീനിയൻ എന്നൊരർത്ഥവും, അല്ലാതെ ഇതേ മീനിങ് വരുന്ന
ഈ എന്താണ് കൺവിക്റ്റിന്റെ മീനിങ് വരുന്നത് അല്ലെ, കൺവിക്റ്റ് ചെയ്യപ്പെടുക എന്നുള്ള അർത്ഥം വരുന്ന ഒരു നൗണും കൂടി ഉണ്ട്. കൺവിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെന്റൻസ് അല്ലെ, സെന്റൻസ് അല്ലെ ജഡ്ജ്മെന്റ് എന്നാണ് അർത്ഥം. സെന്റൻസ് ജഡ്ജ്മെന്റിനാണ് കൺവിക്ഷൻ എന്ന് പറയുന്നത്. തടവിലാക്കുന്ന അവസ്ഥ അല്ലെ, നമ്മളെ ശിക്ഷിക്കപ്പെടുന്നത്, അതിനാണ് അർത്ഥം. അപ്പൊ കൺവിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സെന്റൻസ് ചെയ്യുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ കോൺവിക്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഇത് ഈ കൺവിക്റ്റ് ചെയ്യപ്പെട്ട പുള്ളിയില്ലേ, തടവ് പുള്ളി, പ്രിസണർ അല്ലെങ്കിൽ ക്രിമിനൽ ഒഫൻഡർ, അവരെ നമ്മൾ കോൺവിക്റ്റ് എന്നും പറയാം. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാൽ കൺവിക്ഷന് വേറെ അർത്ഥം കൂടി ഉണ്ട്, ബിലീഫ്, ഒപ്പീനിയൻ എന്നൊക്കെ അർത്ഥം കൂടി ഉണ്ട്. അക്കോർഡിംഗ് ടു മൈ കൺവിക്ഷൻ എന്ന് പറയില്ലേ, ആ കൺവിക്ഷൻ. അടുത്തത് ഗ്രൂസം. എന്താ ഗ്രൂസം? കേട്ടോണ്ട് നെഗറ്റീവ് അഡ്ജക്റ്റീവ് ആണ് അർത്ഥം. ഇതാണ് ഡ്രെഡ്ഫുൾ, ഹോറിഫിക്, ഗ്രിസ്ലി, ഫ്രൈറ്റ്ഫുൾ, പേടിപ്പിക്കുന്ന നമ്മളെ അല്ലെ, വളരെ ടെറിബിൾ ആയിട്ടുള്ള, നമ്മളെ പേടിപ്പെടുത്തുന്ന എന്നുള്ളതാണ് ഗ്രൂസം എന്ന വാക്കിന്റെ അർത്ഥം. ഓർത്തോണം, ഡ്രെഡ്ഫുൾ, ഹോറിഫിക്, ഗ്രിസ്ലി, ഗാസ്ലി, ഫ്രൈറ്റ്ഫുൾ, അങ്ങനെ പല പല വാക്കുകൾ. അടുത്ത അപ്പാരന്റ്. അപ്പാരന്റ് നിങ്ങൾക്കറിയാം, അപ്പാരന്റ്ലി എന്നൊക്കെ പറഞ്ഞ അഡ്വേർബ് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അപ്പൊ അപ്പാരന്റ് എന്ന അഡ്ജക്റ്റീവിന്റെ അർത്ഥം ഇതാണ്, വിസിബിൾ ആയിട്ടുള്ള, എവിഡന്റ് ആയിട്ടുള്ള, ഒബ്വിയസ് ആയിട്ടുള്ള, ഒസ്റ്റൻസിബിൾ ആയിട്ടുള്ള, സീമിംഗ് ആയിട്ടുള്ള, ദാറ്റ് ഈസ് അപ്പാരന്റ്. കാണാം, ക്ലിയർ ആണ്, വിസിബിൾ ആണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് അപ്പാരന്റ് എന്ന വാക്കിന്റെ അർത്ഥം. ഓർത്തോണേ. അടുത്ത ഡിസ്ക്രീഷണറി. ഡിസ്ക്രീഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, വേണമെങ്കിൽ ചെയ്യാം, വേണ്ട ചെയ്യണം എന്നുള്ള അർത്ഥം. അപ്പൊ ഡിസ്ക്രിഷൻ അതിന്റെ നൗൺ ഫോർമുലേഷൻ, ഡിസ്ക്രിഷണറി എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ്. അപ്പൊ ഡിസ്ക്രിഷണറി, ARY ഒക്കെ വോളണ്ടറി ഒക്കെ പറയില്ലേ, അപ്പൊ വോളണ്ടറി എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ സാധനം. അപ്പൊ ഡിസ്ക്രിഷൻ എന്ന് പറയുന്നത് സീക്രട്ട് ആയിട്ട് എന്ന് പറയും. അക്കോർഡിംഗ് ടു യുവർ ഡിസ്ക്രിഷൻ. ഡിസ്ക്രിഷൻ രണ്ടിതുണ്ട് അർത്ഥം ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. ഇനി അടുത്തത് ഡിസ്ക്രിഷണറി എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ. അപ്പൊ ഡിസ്ക്രിഷണറി പവർ ആണെന്ന് പറഞ്ഞാൽ ഓപ്ഷണൽ ആണ് കേട്ടോ, ഉറപ്പ്, നമുക്ക് വേണേ ചെയ്യാം, വേണ്ട ചെയ്യേണ്ട, അതാണ് ഡിസ്ക്രിഷൻ. കോർട്ടിന്റെ ഡിസ്ക്രിഷണറി പവർ എന്നൊക്കെ കേട്ടില്ലേ, വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്, എടുത്ത് സ്വന്തമായിട്ട് അങ്ങ് ചെയ്യാൻ, ആരോട് ചോദിക്കൊന്നും വേണ്ട, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ രീതിയിൽ ചെയ്യാം. അല്ലാതെ ഇത് കമ്പൽസറി ഒന്നുമല്ല, നിർബന്ധം, മാൻഡേറ്ററി അല്ല, ഇറ്റ്സ് നോട്ട് കമ്പൽസറി, നോൺ മാൻഡേറ്ററി, അതിനെയാണ് നമ്മൾ ഡിസ്ക്രിഷണറി പറയാം. മാൻഡേറ്ററിയുടെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ ഡിസ്ക്രിഷണറി എന്ന് പറയാം. ഇലക്റ്റീവ് ആണ്, ഓപ്പൺ ആണ്, ഓപ്പൺ ആണ്, വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യേണ്ട, അങ്ങനെ അർത്ഥത്തില്ല. പക്ഷെ മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ നിർബന്ധമാണെന്നാ. അപ്പൊ ഓർത്തോണം, ഈ ഡിസ്ക്രിഷണറിയുടെ ഓപ്പോസിറ്റ് ആണ് മാൻഡേറ്ററി. ഓക്കെ, ഓർത്തോളൂ കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്, ഓർത്തോളാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ ഇന്ന് ഓർത്തിരിക്കേണ്ട കുറച്ച് സെന്റൻസ്. നമ്മൾ നോക്കട്ടെ, കുറച്ച് സെന്റൻസ് ഉണ്ടല്ലോ, നോക്കട്ടെ. Yeah. Instead of holding back ourselves from anything, set up the strength to achieve it. That's great sentence. All right, all right. Great leaders set up great nation. That's great. Okay. എവിടെയായിരുന്നു? Yeah. Pravi, good morning. Remission of tickets are not permitted. That's great. I think the remission of PM visiting was the I think the remission of PM visiting was the political tactics. Allah. I think the remission of PM's visiting was the political tactics. എന്ന് കൊടുക്കണേ. ഒരു ജെറണ്ട് കൊടുത്താൽ ജെറണ്ടിന് ശേഷം ജെറണ്ടിന് മുമ്പ് ഒരു പൊസസീവ് കൊടുക്കാൻ നിർബന്ധമായിട്ട് ഓർത്തോണം കേട്ടോ ശരത്തെ, അത് നിർബന്ധമാണ്. അപ്പലറ്റ് സ്പെല്ലിംഗ് നോക്കി APP ആണ് കേട്ടോ. Appellate, APPELATE. Appellate authority can't use its privilege to maintain the constitutional value. ഹർഷത് ശ്രദ്ധിക്കണേ സ്പെല്ലിംഗ്. Court can convict the accused only after considering the evidence produced before it. Yeah, that's great. Children were afraid to go to him because he was a convict. Okay. It is apparently evident from his behavior that he is only responsible for such a gruesome murder. That's great. The scene in the movie Kantara was gruesome. All right. The transgression done by the convict proved gruesome. All right. It was a gruesome experience. That's great. Discretionary power of the court could be exercised by the court arbitrarily. That is great. The court convicted the entire team including lawyer. Including lawyer അല്ല, entire team including lawyers എന്ന് കൊടുക്കാം. ലോയറിനെ കൂടി എന്നെങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇൻക്ലൂഡിംഗ് ലോയർ എന്ന് പറയുന്നൊരു ഒരു അങ്ങനെയാണെങ്കിൽ സ്പെസിഫിക് ആയിട്ട് കൊടുക്കുക, ദ ലോയർ, ഇൻക്ലൂഡിംഗ് ദ ലോയർ, അല്ലെങ്കിൽ ഇൻക്ലൂഡിംഗ് ലോയേഴ്സ് എന്ന് പ്ലൂറൽ നൗണിലോട്ട് കൊടുക്കുക കേട്ടോ ശരത്തെ. It is her discretion whether to purchase Xmas cake or wine. That's great. For the remission of the bills passed in the parliament, submitting the contradictions along with the evidence that stood to reason is mandatory. That is great. All right, that's great.
അപ്പോൾ ഓക്കെ, അടുത്തോട്ട് പോവാണേ. നെക്സ്റ്റ് സെറ്റിലോട്ട് പോകാം. ഹെയ്നസ്, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഡിസ്കസ് ചെയ്ത ഹെയ്നസ് ക്രൈംസ് എന്ന് പറയില്ലേ, ഹെയ്നസ് ആക്ടിവിറ്റീസ് എന്ന് പറയില്ലേ. ഹെയ്നസ് എന്ന് പറഞ്ഞാൽ വിക്കഡ് ആയിട്ടുള്ള, ഓഡിയസ് ആയിട്ടുള്ള, ഈവിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അട്രോഷ്യസ്, ഓഫുൾ, വളരെ ക്രൂരമായിട്ടുള്ള എന്നൊക്കെ നമ്മൾ പറയില്ലേ, വളരെ എന്താ പറയാ അല്ലെ, നമ്മളെപ്പോഴും ഒരു നെഗറ്റിവിറ്റി കൂടിയതിനെ നമ്മൾ ഹെയ്നസ് എന്ന് പറയും, ഹെയ്നസ് ക്രൈംസ്. ഓക്കെ, ഓർത്തോളൂ ഹെയ്നസ് എന്നുള്ളത് മറക്കണ്ട. No one has a discretionary power in a democratic country, my dear. That's great sentence. അടുത്ത പോഗ്രോം. നമ്മൾ ഓർമ്മയുണ്ടോ? ഇത് നമ്മൾ ബിൽക്കിസ് ബാനുവിന്റെ കേസിന്റെ കാര്യം പറയുമ്പോൾ തന്നെയാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ള പോഗ്രോം എന്ന വാക്ക്. പോഗ്രോം എന്ന വാക്കിന്റെ അർത്ഥം മസക്കർ, കൂട്ടക്കൊല എന്ന് പറയും അല്ലെ. സ്ലോട്ടർ, ജനസൈഡ്, അതിനാണ് പോഗ്രോം. ഇറ്റ്സ് നോട്ട് പ്രോഗ്രാം, ഇറ്റ്സ് പോഗ്രോം. സ്പെല്ലിംഗ് മാറിയതല്ല കേട്ടോ, ഇത് കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. POGROM, POGROM, മാസക്കർ, സ്ലോട്ടർ, ജനസൈഡ് എന്ന് പറയും പോഗ്രോം. അടുത്ത ജൂറിസ്ഡിക്ഷൻ, നൗൺ ആണ് ജൂറിസ്ഡിക്ഷൻ. അടുത്ത ഇതാണ് ഒഫീഷ്യൽ പവർ അല്ലെങ്കിൽ അതോറിറ്റി, അധികാരപരിധി എന്ന് നമ്മൾ പറയില്ലേ, അതിനാണ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയാം. അല്ലെ, അക്കോർഡിംഗ് ടു ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദിസ് കോർട്ട്, അക്കോർഡിംഗ് ടു ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ആ പോലീസ് സ്റ്റേഷൻ, ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ അധികാര പരിധിയിലുള്ളതാന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ജൂറിസ്ഡിക്ഷൻ എന്ന വാക്ക് ഒഫീഷ്യൽ പവർ, അതോറിറ്റി അല്ലെങ്കിൽ കൺട്രോൾ എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അവിടുത്തെ ജൂറിസ്ഡിക്ഷൻ. അടുത്ത സ്റ്റാറ്റ്യൂട്ടറി, സ്റ്റാറ്റ്യൂട്ട് എന്ന വാക്കിൽ നിന്നാണ് സ്റ്റാറ്റ്യൂട്ടറി എന്ന അഡ്ജക്റ്റീവ് വന്നിരിക്കുന്നത്. സ്റ്റാറ്റ്യൂട്ട് എന്ന വാക്കിനർത്ഥം ലോ. സ്റ്റാച്യു അല്ല, സ്റ്റാറ്റ്യൂട്ട്. ഓക്കെ, നൗൺ ആണ്. അർത്ഥം എന്താ? ലോ, ക്യാൻ അല്ലെ എന്നർത്ഥം. ഇനാക്ട്മെന്റ്, റൂൾസ് എന്നൊക്കെയാണ് സ്റ്റാറ്റ്യൂട്ട് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ സ്റ്റാറ്റ്യൂട്ട് എന്ന വാക്കിന്റെ നിന്ന് വന്ന അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ സ്റ്റാറ്റ്യൂട്ടറി. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി, സല്യൂട്ടറി അങ്ങനെയൊക്കെ മാറിപ്പോകാറിരിക്കുന്നത് എപ്പോഴും വരാറുണ്ട് എക്സാമിന്. ഇപ്പോൾ എന്താണ് സ്റ്റാറ്റ്യൂട്ട്, പ്രശംസനീയം അതാണ് സല്യൂട്ടറി എന്നുള്ളത്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ലീഗൽ ആയിട്ടുള്ള, ലോഫുൾ ആയിട്ടുള്ള, കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ റൈറ്റ്ഫുൾ ആയിട്ടുള്ള, അതാണ് സ്റ്റാറ്റ്യൂട്ടറി എന്ന വാക്കിന്റെ അർത്ഥം. ലോ ആണ്, ലീഗൽ, ലോഫുൾ എന്ന് പറയില്ല, അത് ഓർത്തോണം കേട്ടോ. അടുത്ത ഡൈവസ്റ്റിയ. എന്താ ഡൈവസ്റ്റ് എന്ന് പറയുന്നത്? ഡൈവസ്റ്റിയ മീൻസ് ഡിപ്രൈവ് ചെയ്യുക, അത് ഒഴിവാക്കുക, സ്ട്രിപ്പ് ചെയ്യുക, ഡിസ്പോസസ്, റിലീവ് ചെയ്യുക, അതിന് ഒഴിവാക്കി പോവാണ്, അതിനെ ഡൈവേസ്റ്റിയ എന്ന് പറയാം. ഒരു കാലത്ത് നിന്ന് ഒഴിവായിപ്പോഴുക പറയില്ല, ഡൈവേസ്റ്റിയ. സോ ദാറ്റ് ഈസ് ഡിപ്രൈവ്, സ്ട്രിപ്പ് അല്ലെങ്കിൽ ഡിസ്പോസസ്, റിലീവ് എന്നൊക്കെയാണ് ഡൈവസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം. ഒന്ന് ഓർത്തോണം. ഓക്കെ, it is her discretion whether to marry him or not. That's great. Remission should be exercised by government after considering the opinion of the court. That's great. The heinous crimes in the state increases day by day. Increases alla to Jinu, heinous crimes avada subject crimes aanu plural alle, appo increase day by day koduketto. Heinous crimes in the state increase day by day koduketto. Without apparent reasons, the court could not sentence a accused person allallo, an accused person കേട്ടോ. ആൻ അക്യൂസ്ഡ്, രണ്ട് എസ് ഇല്ല കേട്ടോ, രണ്ട് സി മാത്രമേ ഉള്ളേ. സനിൽ ഒരു കാര്യം, എ അക്യൂസ്ഡ് അല്ല, ആൻ അക്യൂസ്ഡ് അല്ലെ, വവൽ സൗണ്ടിന് അക്യൂസ്ഡ്, ആൻ അക്യൂസ്ഡ് കൊടുക്കണം. അടുത്തത് അക്യൂസ്ഡിന് ഒരു എസ് ഉള്ളു കേട്ടോ, ഡബിൾ എസ് ഇല്ല. Jallianwala-Bagh pogrom was a heinous act by the British. Yes, I pity you for your heinous activities. അല്ലല്ല, for your heinous activities you were involved എന്ന് കൊടുക്കില്ല, ഇങ്ങനെ കൊടുക്കാം ചേർത്തെ. അങ്ങനെ കൊടുക്കുവാണെങ്കിൽ your heinous activities എന്ന് കൊടുക്കണം. I pity you for the heinous activities you were involved in എന്ന് കൊടുക്കണം. What are you, a cannibal എന്ന് കൊടുക്കുക ചേർത്തെ. ചെറിയ വ്യത്യാസം. I pity you for the heinous activities you were involved in. അവിടെ your heinous activities you were involved in എന്ന് കൊടുക്കില്ല, എന്ന് കൊടുക്കുക. കാരണം നിന്റെ ആക്ടിവിറ്റീസ് പിന്നെ you were involved in ആവശ്യമില്ല. അതുകൊണ്ട് ഒന്നുകൂടി പറയാം, I pity you for the heinous activities you were involved in, comma. What are you, a cannibal? That's right. Okay. The whole village was under his jurisdiction. That's great. The remission of culprit who has done a heinous murder paved the way for a controversy. That's great. Jurisdiction of the court is determined not by the agreement between parties. It conferred as a Civil Courts Act. That's great. The damage caused as a result of heinous pogrom is immense. Yes. The kind of statutory declaration is in favor of the rich. Are you generous? That's great. The concerned department should not misuse its statutory jurisdiction while investigating any heinous pogroms. Okay, that's great sentence. Okay. അപ്പോഴേ ലൈവിലുള്ള ഇത്രയും പേരുണ്ടല്ലോ, ഇത്രയും പേര് ലൈവിൽ ഉണ്ടായിട്ട് എന്തെടുക്കുക പിള്ളേരെ? ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേന്നേ. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ട്, ഈ വൊക്കാബുലറിക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സെന്റൻസ് ഒക്കെ ഫ്രെയിം ചെയ്യുന്നത് കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിൽ, ആൻഡ് ഇഫ് യു ഫീൽ ഇറ്റ് ഇസ് എ ഗുഡ് സെഷൻ, ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാൻ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതൊക്കെ ഞാൻ പറഞ്ഞു തരണോ വേണ്ടേ? അപ്പൊ നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോവാം. The
Spirit divested her when an exorcist performed exorcism. That's great. Moving to next set. നമ്മുടെ ഒരുപാട് കോഴ്സുകൾ നമുക്കുണ്ട്. ഇപ്പം കേരള പി എസ് സിക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. കേരള പി എസ് സിയുടെ കാലം എത്തിയിട്ടുണ്ട്. ഡിഗ്രി പ്രിലിംസിന്റെ 3rd ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. 4-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യുക കേട്ടോ. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഒരുപാട് എന്താ പറയാ പ്രതീക്ഷിച്ചിരുന്ന, കാലമായിട്ട് നമ്മൾ കാത്തിരുന്ന, വർഷങ്ങളായിട്ട് കാത്തിരുന്ന ഒരു പോസ്റ്റാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോസ്റ്റ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് വിളിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാം കൂടെ വരാൻ പോകുന്നത് ഡിഗ്രി പ്രിലിംസ് ബാച്ചിലാണ്. അപ്പോൾ നമ്മൾ ഡിഗ്രി പ്രിലിംസിന്റെ ഫൗണ്ടേഷൻ ബാച്ച് 3ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2400 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് കോഴ്സ് കിട്ടും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. കോഡ് അറിയാലോ, Y314. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട് കാര്യങ്ങൾ വാസ്റ്റ് ആയിട്ട് കവർ ചെയ്യുവാണ്. SCRT, NCRT, അതുപോലെ തന്നെ നമ്മൾ ഇത്തവണ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊണ്ടുവരുന്നത് നമ്മുടെ PSC ബുള്ളറ്റിൻ ഫോക്കസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ റിവിഷൻ മോക്ക് ടെസ്റ്റുകളൊക്കെ ആയിട്ട് പോകുന്ന ഒരു ബാച്ചാണ്. ലോങ് ബാച്ചാണ്, 5 മാസത്തെ ബാച്ചാണ്. അപ്പോൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാൻ. നമ്മൾ ജൂൺ മാസത്തിനുള്ളിൽ എന്തായാലും എക്സാം പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ CPO വിളിച്ചിട്ടുണ്ട്. CPO ഒരുപാട് പേര് ചോദിച്ചിരുന്നു അല്ലെ, പോലീസ് വിളിച്ചു, മിസ്സേ പോലീസ് വിളിച്ചു, അങ്ങനെ പോലീസ് വിളിച്ചു. അപ്പം നമ്മുടെ ക്ലാസ്സിൽ ഡിസംബർ 30-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ CPO അപ്ലൈ ചെയ്യുന്നവർ അപ്ലൈ ചെയ്യാട്ടെ. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് സാധാരണ 26 വയസ്സ് വരെയാണ് ലിമിറ്റ്. ആൻഡ് അതിൽ വേറൊരു പ്രത്യേകത വെച്ചാൽ നമുക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് അക്കോർഡിംഗ്ലി. മറ്റേ 2 വർഷം 29 വരുന്നു. 2 വർഷമല്ല 3 വർഷം റിലാക്സേഷൻ ഫോർ OBC, SC STക്ക് 5 വർഷം 30 വയസ്സ്. അത് ഓർത്തോണം കേട്ടോ. അപ്പോൾ ഏജ് റിലാക്സേഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ അനുസരിച്ച് നിങ്ങൾ 31 വയസ്സ് 30 അല്ല 31 വയസ്സ്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് അപ്ലൈ ചെയ്യുക. കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ. 2400 രൂപയ്ക്കുള്ളിലാണ് നിങ്ങൾക്ക് കോഴ്സ് കിട്ടുക. നിങ്ങൾക്ക് എൻ്റെ കോഡ് അപ്ലൈ ചെയ്താൽ ഏറ്റവും കുറച്ച് ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ഓക്കെ, ഇപ്പൊ നല്ല ഡിസ്കൗണ്ട് കിട്ടും. നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുക പഠിക്കുന്ന രീതിയിലാണെങ്കിൽ. അല്ലെങ്കിൽ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുക, അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഉഷാറായിട്ട് പഠനം തുടങ്ങുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി LGSന്റെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. പ്രിലിംസ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരാനുണ്ട്, ഉടനെ തന്നെ വരും. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ക്ലാസ് പ്രിപ്പറേഷൻ തുടങ്ങുവാണ്. LGS നിങ്ങളറിയാം, യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് വിളിച്ചു, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വിളിച്ചു, യൂണിവേഴ്സിറ്റി LGS വിളിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത്തവണ യൂണിവേഴ്സിറ്റിയിലെ പോസ്റ്റുകൾ ഒരുപാട് അടയ്ക്കാനുണ്ട്, അതൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്. അതിനുവേണ്ടിയിട്ടാണ് ഇത്തരം ഒരു കാര്യങ്ങളോട് വരുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. 2400 രൂപയ്ക്കുള്ളിൽ തന്നെയാണ് നമ്മുടെ കോഴ്സ് ഫീ വരുന്നത്. നിങ്ങൾക്ക് പഠിച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാം കേട്ടോ. യൂണിവേഴ്സിറ്റി LGSന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ, ഒരു കോർട്ട് ഓർഡർ അനുസരിച്ച് 7ാം ക്ലാസ് തസ്തികയിലുള്ള ഒരു എക്സാമാണ്. 7ാം ക്ലാസ് പാസ്സായിരിക്കണം, എന്നാൽ ഡിഗ്രി പാസ്സാവരുത് താനും. അങ്ങനെയുള്ളവർക്കാണ് യൂണിവേഴ്സിറ്റി LGS അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൂടെ ഓർത്ത് വെച്ചോളാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യങ്ങളോട് കിടക്കാം. അടുത്ത സെറ്റ് ഓഫ് വൊക്കാബ് നോക്കാം. കർബിയ എന്നുണ്ട്, കേർബ് എന്നുണ്ട്. അല്ലെ, കേർബ് എന്ന് പറഞ്ഞാൽ ചെക്ക് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എന്നൊക്കെ പറയില്ലേ, അതിനാണ് കേർബ് എന്ന് പറയാം. എന്നാൽ കേർബ് ചെയ്യുന്നതിന് റിസ്ട്രെയിൻ ചെയ്യാം, ഹോൾഡ് ബാക്ക് ചെയ്യാം, അല്ലെ, പ്രിവെന്റ് ചെയ്യാം എന്നല്ലേ, അതിനാണ് നമ്മൾ കേർബ് ചെയ്യുക എന്ന് പറയുന്നത്. നൗൺ ആയിട്ടും വെർബായിട്ടും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേർഡാണ് കേർബ് എന്ന വാക്ക്. ഓർത്ത് വെച്ചോണം കേട്ടോ. ഓക്കെ, ഇതിനിടയ്ക്ക് നിങ്ങളുടെ സെന്റൻസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. ലെറ്റ് മീ റീഡ് യുവർ സെന്റൻസസ്. She wanted him to divest himself from her as it will be the reason for her heinous behavior. That's great. The right ended up in a pogrom. That's great. It has been a gruesome fight between Kerala government and the governor for a few days. Yes, that's great. The statutory committee take a strict action. Takes committee അല്ല ജിനു. അപ്പൊ takes കൊടുത്തേ, സബ്ജക്ട് അനുസരിച്ച് വെർബ് കൊടുത്തേ, സബ്ജക്ട് സിംഗുലർ ആണ്, വെർബ് സിംഗുലർ കൊടുത്തേ. The statutory committee takes a strict action against heinous program held in the country. അപ്പൊ പാസ്റ്റൻസ് ആണ്, held in the country ആണെങ്കിൽ കൊടുക്കാം, took കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല. പാസ്റ്റൻസ് ആണെങ്കിൽ took കൊടുക്കാം. പക്ഷേ സബ്ജക്ട് സിംഗുലർ എങ്കിൽ വെർബ് സിംഗുലർ കൊടുക്കുന്ന കാര്യം മറക്കണ്ട. അത് കൃത്യമായിട്ട് കൊടുക്കാം. ഫസ്റ്റ് റൂൾ ഓഫ് കോൺകോർഡ്, സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ആദ്യത്തെ റൂൾ ആണ് കേട്ടോ. ജിനു ഒന്ന് ശ്രദ്ധിച്ചോളൂ. ജിനുവിന് നമ്മുടെ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് കറക്റ്റ് ആയിട്ട് ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കണം. എനിക്ക് അവിടെയാണ് ജിനുവിന്റെ വീക്ക് പോയിന്റ് എപ്പോഴും തോന്നുന്നത്, സബ്ജക്ട് വെർബ് എഗ്രിമെന്റില്ല. ഒന്ന് ശ്രദ്ധിച്ചോണേ. മിസ്റ്റർ കളക്ടർ ഡോണ്ട് ട്രൈ ടു ട്രസ്പാസ് ഒറ്റ വാക്കാണ്. TRES ഇതില്ല, 2 S ഇല്ലേ, TRES ഒരു S ഉള്ളൂ, TRESPAS. Don't try to trespass ഒറ്റ വാക്കുവാണ്. because it is not your jurisdiction and it is my domain. domain spelling വീണ്ടും DOMINE അല്ല, DOMAIN, domain. So I know how to tackle this kind of situation. So kindly stay back and I'll react upon you. കേട്ടോ, ശരത്തിന്റെ സെന്റൻസ് കാണുമ്പോൾ എനിക്ക് എപ്പോഴും കിങ് ആൻഡ് കമ്മീഷണർ മൂവി ഓർമ്മ വരും. കിങ്ങും കമ്മീഷണറും രണ്ടിപ്പത്തെ മൂവി അല്ല കേട്ടോ. The jurisdiction of the statute comes under the union list of the Indian Constitution. That's great. Good morning, how are you? Diverse teachers who are in exam hall. All right, that's great. That's right. They divested her from the team due to her fractious nature. That's great. It is gruesome that he was divested for justice for so long.
That's great. That's great sentence. If the offense is done by a child, in which court an offense should be tried, it will depend on gravity of an offense. If the offense is a heinous one, it should be tried by the children's court. All right, that's great. If the offense is done by a child, in which court an offense should be in which court an offense should be tried എന്നല്ലേ അത് ചോദ്യമായിട്ട് വരേണ്ടത് അങ്ങനെയാണെങ്കിൽ എവിടെയാണ് ട്രൈ ചെയ്യപ്പെട്ടത് എന്ന് കൊടുക്കണം അവിടെ കൊടുക്കാം പ്രവി എന്നിട്ട് അടുത്ത സെന്റൻസ് ആയിട്ട് കൊടുക്കുക ഇറ്റ് വിൽ ഡിപെൻഡ് ഓൺ ദി ഗ്രാവിറ്റി ഓഫ് എൻ ഒഫൻസ് അല്ല അതിന്റെ ആൻസർ ആയിട്ടല്ല അത് വരുന്നത് അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോണേ കോമയിട്ട് പോരുതേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നിടത്ത് ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ മറക്കണ്ട to curb a politician from committing scams in public sector is impossible. Yeah, that is. Come on, curb him or he will bite yourself. Hey, come on, he will bite yourself എന്ന് എങ്ങനെയാ പറയാ തെറ്റാ he will bite you. He will bite himself. അവനെ തന്നെ കടിക്കും എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല നിന്നെ കടിക്കും എന്ന് പറയുമ്പോൾ yourself റിഫ്ലക്സീവ് പ്രോനൗൺ അവിടെ വരത്തില്ല he will bite you എന്ന് കൊടുക്കണം കേട്ടോ ശരത്തെ curb the answer അല്ലെങ്കിൽ himself എന്ന് കൊടുത്താലും കുഴപ്പമില്ല curb the അവനെ തന്നെ കടിക്കും എന്നാണെങ്കിൽ കേട്ടോ ശരത്ത് ശ്രദ്ധിക്കണേ curb the answer sheet before submitting. That's great. Okay, check അല്ലേ അവിടെ പ്രശ്നമുണ്ട് ശരത് ഷൈനി അവിടെ ഒരു പ്രശ്നമുണ്ട് curb the answer sheet ചെക്ക് റിവൈസ് ചെയ്യുക ചെക്ക് ചെയ്യാന്ന് പറഞ്ഞ അർത്ഥമില്ല ആ ചെക്ക് അല്ലേ ചെക്ക് ചെയ്യാന്ന് പറയുന്നത് എന്നെ അർത്ഥം അറിയോ അതിനെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യാം റെസ്ട്രെയിൻ ചെയ്യണം അതിനെ ഒരു ചെക്ക് വരുത്തുക എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം എന്നറിയോ ഈ ചെക്ക് മറ്റേ നമ്മുടെ കറക്ഷൻ ചെക്ക് അല്ല ആ അർത്ഥമല്ല ചെക്കിന് രണ്ടർത്ഥമുണ്ട് കറക്റ്റ് ചെയ്യാന്നുള്ള അർത്ഥമുണ്ട് ഈ ചെക്കുണ്ട് കേർബ് ചെയ്യുക റെസ്ട്രിക്ട് ചെയ്യാന്നുള്ള അർത്ഥമുണ്ട് ആ ചെക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം അവിടെ കേർബ് എന്ന വാക്കിട്ട് കൊടുക്കുന്നത് ഇവിടെ ചെക്ക് തന്നെ കൊടുക്കുക കേട്ടോ ഓക്കെ ഹി കേർബ് മൈ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഹി കേർബ് മൈ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ല സോന ഹി കേർബ്സ് എന്ന് കൊടുത്തു ഓക്കെ ഹി കേർബ്സ് കൊടുത്തു എന്തായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ കേർബ്ഡ് പാസ്റ്റൻസ് കൊടുത്താലും കുഴപ്പമില്ല സബ്ജക്ട് അനുസരിച്ച് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ കൊടുക്കണം കേട്ടോ അപ്പൊ ഹി സിംഗുലർ ആണ് അപ്പൊ വെർബ് കേർബ്സ് വേണ്ടേ അത് നോക്കിക്കാം ഓക്കെ ദ SC recently proclaimed a verdict which may become a milestone in the curbing corruption. That's great. Okay, അടുത്ത നോക്കിക്കേ അടുത്ത വാക്ക് നോക്കിയോ റെമിറ്റ് എന്ന വാക്ക് റെമിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല പൈസ റെമിറ്റ് ചെയ്യാന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലോ അപ്പൊ റെമിറ്റിന് സെൻഡ് ചെയ്യുക ഡിസ്പാച്ച് ചെയ്യുന്നൊരു അർത്ഥമുണ്ടേ റെമിറ്റിന് സെൻഡ് ചെയ്യുക ഡിസ്പാച്ച് ചെയ്യുന്നൊരു അർത്ഥമുണ്ട് വേർബ് കേട്ടോ അതേ റെമിറ്റ് തന്നെ അതിന്റെ നെഗറ്റീവ് മീനിങ് ആയിട്ട് വരുന്ന ക്യാൻസൽ ചെയ്യുക റിവോക്ക് ചെയ്യുന്ന അർത്ഥമുണ്ട് റെമിറ്റ് എന്നത് ക്യാൻസൽ ചെയ്യുക റിവോക്ക് ചെയ്യുക സെൻഡ് ചെയ്യുക ഡിസ്പാച്ച് ചെയ്യുക എന്ന് പറയുന്ന ഒരു അതേ മീനിങ് ഉള്ള റെമിറ്റിന് ക്യാൻസൽ ചെയ്യുക റിവോക്ക് ചെയ്യുന്ന ഒരു അർത്ഥം കൂടെ ഉണ്ട് ഓക്കെ അതാണ് നിങ്ങൾ റെമിഷൻ കണ്ടത് നേരത്തെ എന്താ റെമിറ്റ് എന്ന നൗണും ഉണ്ട് കേട്ടോ റെമിറ്റ് എന്ന ഇറ്റ് ഇസ് ഇൻ യോർ റെമിറ്റ് എന്ന ഇറ്റ് ഇസ് ഇൻ യോർ സ്ഫിയർ നിന്റെ പരിധിക്കുള്ളില് ആംബിറ്റിനുള്ളില് പരിധി പറയില്ലേ സ്ഫിയർ ആംബിറ്റ് അതിനെയാണ് റെമിറ്റ് എന്ന് പറയാം റെമിറ്റ് എന്ന് പറയുന്ന ഒരു പരിധി ആംബിറ്റ് എന്ന് പറയുന്ന സംഭവമില്ലേ ആ സ്ഫിയർ ആംബിറ്റ് എന്നൊരു അർത്ഥം സ്കോപ്പ് അതിനെയാണ് റെമിറ്റ് എന്ന് പറയാം നൗൺ ആയിട്ട് ഫോർമൽ വേർഡ് ആണ് അതിന്റെ വേർബ് ഫോർമുലേഷനിൽ ക്യാൻസൽ റിവോക്ക് എന്ന അർത്ഥമുണ്ട് എന്നാൽ സെൻഡ് ഡിസ്പാച്ച് ചെയ്യാന്ന അർത്ഥം കൂടെ ഉണ്ട് ഓർത്തോണം അപ്പോൾ രണ്ടർത്ഥം ഉണ്ട് റെമിറ്റിന് അതൊന്ന് മനസ്സിലാക്കിച്ചോളാം അടുത്തത് കൺകർ എന്ന് പറഞ്ഞ വേർബ് ആണ് കൺകറൻസ് കേട്ടിട്ടില്ലേ അതാണ് നൗൺ കൺകറൻസ് ഓക്കെ നൗൺ എഴുതിയേക്കാം കൺകറൻസ് അല്ലേ കൺകറന്റ് എന്നൊക്കെ നമ്മൾ പറയില്ല അതാണ് അഡ്ജക്റ്റീവ് കൺകറൻസ് നൗൺ കൺകറന്റ് അഡ്ജക്റ്റീവ് ഓക്കെ കൺകറന്റ് അഡ്ജക്റ്റീവ് അവിടെ ENCക്ക് ഒരു NT വരുന്നുണ്ടെങ്കിൽ അഡ്ജക്റ്റീവ് ആയി കൺകറന്റ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് കൺകറൻസ് എന്ന് പറയുന്നത് നൗൺ കൺകർ എന്ന് പറയുന്നത് വേർബ് ആണ് സോ കൺകർ ചെയ്യാന്ന് പറഞ്ഞാൽ അഗ്രി ചെയ്യുക അക്കോർഡ് ചെയ്യുക ഓർ കോയിൻസൈഡ് ചെയ്യുക കോഎക്സിസ്റ്റ് ചെയ്യുക അല്ലെ രണ്ടർത്ഥം ഉണ്ട് കൺകർ ചെയ്യാന്ന് പറഞ്ഞാൽ അഗ്രി ചെയ്യുക അക്കോർഡ് ചെയ്യുക സെയിം സാധനം അല്ലെ ഇൻ ലൈൻ വിത്ത് എന്ന് പറയില്ലേ അഗ്രി ചെയ്യാന്നുള്ള ഓൺ ദ സെയിം പേജ് ആ സാധനം എന്നാൽ കൺകർ ചെയ്യുന്ന വേറെ അർത്ഥങ്ങളോട് കോയിൻസൈഡ് ചെയ്യുക ഒരുമിച്ച് അല്ലെ എക്സിസ്റ്റ് ചെയ്യുക കൂട്ടിമുട്ടാന്ന് കറത്തില്ല ആ അർത്ഥം ഓക്കെ അടുത്ത മാത്സിലൊക്കെ പഠിക്കുന്നല്ലേ അടുത്ത വിറ്റിയേറ്റ് ചെയ്യുക എന്താ വിറ്റിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാല് വിറ്റിയേറ്റ് ചെയ്യുന്ന നശിപ്പിക്കുക നാശകോശമാക്കുക എന്നൊക്കെ പോലെ സ്പോയിൽ ചെയ്യുക ഇമ്പയർ ചെയ്യുക ഡിസ്ട്രോയ് ചെയ്യുക ഡാമേജ് ചെയ്യുക കറപ്റ്റ് ചെയ്യുക അതാണ് വിറ്റിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വിറ്റിയേറ്റ് ഓക്കെ വിറ്റിയേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം സ്പോയിൽ ചെയ്യുക ഇമ്പയർ ചെയ്യുക ഡിസ്ട്രോയ് ചെയ്യുക ഡാമേജ് ചെയ്യുക കറപ്റ്റ് ചെയ്യുക ദാറ്റ് ഇസ് വിറ്റിയേറ്റ് ഓർത്തോ അടുത്ത എൻവിസാജ് എന്താണ് എൻവിസാജ് ചെയ്യുക അല്ലേ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാണ് ഫോർകാസ്റ്റ് ചെയ്യാണ് ഫോർസീ മുൻകൂട്ടി കാണാണ് ആന്റിസിപ്പേറ്റ് ചെയ്യാണ് എക്സ്പെക്ട് ചെയ്യാണ് ദാറ്റ് ഇസ് എൻവിസാജ് പഠിച്ചിട്ടുണ്ട് സ്ഥിരമായിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വാക്കുമാണ് സോ ഐ നോട്ട് ഗോയിങ് ടു ഗിവ് ഇറ്റ് സ്ട്രെസ് അഗൈൻ നമുക്ക് അത് വേണ്ടല്ലോ അതൊന്നും പഠിക്കുന്നതല്ലേ അതുകൊണ്ട് നമുക്ക് അടുത്തോട്ട് പോകാം Yeah, the pogrom took place as the monk envisaged earlier. That's great. Curbing mistake is done by you day by day. Yeah, yes. Okay. She remits my check. That's great sentence.
The famous quote by Vincent. Vincent is spelling it W on it, or VLA, W on it. Vincent Churchill during Second World War was that I will not concur. That എന്ന് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ റിപ്പോർട്ടർ സ്പീച്ച് ആണ് കേട്ടോ. ശരത്തെ ദാറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ റിപ്പോർട്ടർ സ്പീച്ച് അവിടെ ദാറ്റം കട്ടിയ വാസ് കഴിഞ്ഞിട്ട് കോട്ടിലിട്ട് കൊടുക്കുക. I will not concur. ഓക്കെ, അത് കൊടുക്കുക കേട്ടോ. ദാറ്റ് വേണ്ട, ദാറ്റ് എടുത്ത റിപ്പോർട്ടർ സ്പീച്ചിലോട് റിപ്പോർട്ടർ സ്പീച്ച് ഒന്ന് മൊത്തം ദാറ്റ് ഹി വുഡ് നോട്ട് കൺകർ എന്ന് പറഞ്ഞു വരും. അപ്പൊ അത് വേണ്ടല്ലോ, അതുകൊണ്ട് നീ അത് കോമ ഇട്ടിട്ട് കൊടുത്താൽ മതി, വാസ് ഔട്ട് വേണ്ട കേട്ടോ. Canteen owner said to remit the whole bill before the academic year ends. All right, that's great. We can envisage a future, so act wisely to achieve your goals within your remit. Otherwise, it vitiates your life. It vitiates. സബ്ജക്ട് ജിനു, ഇറ്റ് സബ്ജക്ട് സിംഗുലർ അല്ലേ, അപ്പൊ സബ്ജക്ട് അനുസരിച്ച് വെർബ് സിംഗുലർ കൊടുത്തേ. വിറ്റിയേറ്റ് സിംഗുലർ വെർബ് എങ്ങനെയാക്കുന്നത്, എസ് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ എസ് ആണ്, ഈ ഉണ്ടെങ്കിൽ പിന്നെ എസ് മാത്രം മതി. വിറ്റിയേറ്റ്സ് അല്ലേ യുവർ ലൈഫ്. ഷി ഡിസൈഡഡ് ടു റെമിറ്റ് എക്സ്പ്രസ് കാർഡ്സ് ടു ഹർ ഫ്രണ്ട്സ്. സെൻഡ് അല്ലേ, ദാറ്റ്സ് ഗ്രേറ്റ്. റെമിറ്റ് എസ്പെഷ്യലി പേയ്മെന്റിനൊക്കെ റെമിറ്റ് ചെയ്യാന്ന് പറയാം. മണി പേയ്മെന്റ് റെമിറ്റ് ചെയ്തു അല്ലെ, ചെക്ക് റെമിറ്റ് ചെയ്തു എന്നൊക്കെ പറയാം നമ്മൾ. കൂടുതലായിട്ടും അതാണ് പറയുന്നത്. പൈസ റെമിറ്റ് ചെയ്യുന്നതിനെ റെമിറ്റ് ചെയ്യുന്നു, സെൻഡ് ചെയ്യുക, ഡിസ്പാച്ച് ചെയ്യുന്നുള്ള അർത്ഥത്തിൽ വരുന്ന കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചോണം. Okay, അടുത്ത നോക്കാം അല്ലെ. She concurred him to join the party. That's great. The remitting of concurrence between the two countries vitiated the amnesty. All right. The police officer concur with commissioner. Concur with അല്ലല്ലോ വേണ്ട സോന. സബ്ജക്ട് പോലീസ് ഓഫീസർ സിംഗുലർ അപ്പൊ എന്ത് കൊടുക്കണം, the police officer concurs with, അല്ലെങ്കിൽ പാസ്റ്റൻസ് കൊടുത്തോ, concurred with കൊടുത്തോ. Okay. She vitiated her image in front of her friends. That's great. Spoiled അല്ലേ. I was expelled from the tuition center for late remittance of fees in my cancellation. Yes, remit എന്ന വെർബിന് പൈസ സെൻഡ് ചെയ്യുക, ഡിസ്പാച്ച് ചെയ്യുന്ന അർത്ഥമാണ് റെമിറ്റൻസ് വരും. പക്ഷെ നിങ്ങൾ നേരത്തെ അവിടെ കണ്ടോ, റെമിഷൻ കണ്ടോ, അതാണ് ക്യാൻസലേഷൻ, റിവോക്ക് ചെയ്യുക എന്നുള്ള, റിവോക്ക് എന്നുള്ള അർത്ഥത്തിന്റെ വരുന്നത്. അപ്പൊ റെമിറ്റൻസ് ഇത് രണ്ട് നൗണുണ്ട്. റെമിറ്റൻസും ഉണ്ട്, റെമിഷനും ഉണ്ട്, രണ്ടും ഉണ്ട്, ഓർത്തോണം. രണ്ടിന്റെയാണ്. റെമിറ്റൻസ് ഇപ്പം ശരത്ത് പറഞ്ഞപ്പോഴാണ് ഓർത്ത്, സെൻഡ് ചെയ്യുക, ഡിസ്പാച്ച് ചെയ്യുന്ന റെമിറ്റൻസ് എന്ന നൗണാണ്, എന്നാൽ ക്യാൻസൽ ചെയ്യുന്ന അർത്ഥത്തിന് റെമിഷൻ എന്ന നൗണാണ്. വ്യത്യാസം ഓർത്തോണം. ഓക്കെ, ഡിഫറൻസ് ഉണ്ട്, അതൊന്ന് മനസ്സിലുണ്ടായിരിക്കണം. Don't vitiate their mood. That's great. Do you think after convicting an accused, the government remitting the punishment is a good thing? Okay, cancelling the punishment. That's great. Don't vitiate the mood. He vitiates my computer. That's great sentence. Vitiates, spoils. So not good. I envisage a concurrence between the two in the near future itself. That's great. No one can envisage a future. Yes. He envisages arguments through reports. Great. Smoking vitiates your health. Yes. Opposition vitiated the meeting conducted by leading party. That's great. The long-time Argentina fans envisaging about Lionel Messi to lift the World Cup happened yesterday. But was out of it. Where happened? Remittance of money vitiated his gentle behavior. That's great. Dummy gods are envisaging the future by their subconscious mind. What a pity. That's great. He envisages the result soon. That's great. Great sentence, Sona. Government should take stringent measures to curb the pollution, as it is a gruesome factor for vitiating the environment. That's great. Moving on. And the final set. Clogia. എന്താ ക്ലോഗിയ? ക്ലോഗിയ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയ്യുക, അബ്സ്ട്രക്ട് ചെയ്യാനാണ്. ക്ലോഗ് എന്ന് പറയുന്ന ഒരു നൗണും ഉണ്ട്. എന്താ? എൻകംബറൻസ്, ഇംപിഡിമെന്റ്, ഹിൻഡ്രൻസ്, അതിനെയാണ് നമ്മൾ എന്താ പറയുക, ക്ലോഗ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ക്ലോഗ് എന്ന് പറഞ്ഞ ഒരു ഇൻകംബറൻസ് ഉണ്ട്, ഒരു ഇംപിഡിമെന്റ് ഉണ്ട്, ഒരു തടസ്സമുണ്ട്. അപ്പം തടസ്സപ്പെടുക, ബ്ലോക്ക് ചെയ്യുക, ഒബ്സ്ട്രക്ട് ചെയ്യുക, നൗണായിട്ടും വെർബായിട്ടും ഉപയോഗിക്കാം ക്ലോഗ്. അടുത്ത കർട്ടെയിൽ. കർട്ടെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? റിഡ്യൂസ് ചെയ്യുക, കട്ട് ഷോർട്ട് ചെയ്യുക, കട്ട് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക, ലെസൺ ചെയ്യുക, ഷോർട്ടൻ ചെയ്യുക. ദാറ്റ് ഇസ് കർട്ടെയിൽ. കർട്ടെയിൽ ദ ഫ്രീഡം എന്നൊക്കെ പറയില്ല, കർട്ടെയിൽ ഓർത്താൽ മതി. കർട്ടെയിൽ ചെയ്യുന്ന റിഡ്യൂസ് ചെയ്യുന്ന അർത്ഥത്തിലാണ്, കട്ട് ചെയ്യുന്ന അർത്ഥത്തിലാണ്, ഓർത്തോണം. അടുത്ത ഡെലിബറേഷൻ. ഡെലിബറേഷൻ കേട്ടിട്ടില്ലേ? തോട്ട്, കൺസിഡറേഷൻ, കെയർ, കോഷൻ. ഡെലിബറേറ്റ് ചെയ്യുക, കൺസിഡർ ചെയ്യുക, വെർബുണ്ട്. എന്നാൽ ഡെലിബറേറ്റ് എന്ന വാക്കിന് ഞാൻ നാളെ എനിക്ക് ഓർമ്മയുണ്ട്, വിനു ഉള്ളപ്പോൾ ഒരു തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവൻ ചോദിച്ചപ്പോൾ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. ഡെലിബറേറ്റ് എന്ന് പറയുന്നത് വെർബായിട്ട് ഉപയോഗിക്കുന്നത് പോലെ തന്നെ അഡ്ജക്റ്റീവ് ആയിട്ടും പറയാം. ഡെലിബറേറ്റ് അറ്റംപ്റ്റ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം. ഡെലിബറേറ്റ് വെർബാണ്, അതേ സ്ഥാനത്ത് നമുക്ക് അഡ്ജക്റ്റീവ് ആയിട്ടും ഉപയോഗിക്കാം. ഡെലിബറേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പറയും ഇന്റൻഷണൽ, ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്ന, പ്രവർത്തിച്ചില്ലേ, ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ആണ്. ഡെലിബറേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്റൻഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയില്ലേ, അത്. സോ ഡെലിബറേറ്റ് ചെയ്യുക വെർബും ഉണ്ട്, ഓർത്തോണം. എന്നാൽ ഡെലിബറേറ്റ് എന്ന അഡ്ജക്റ്റീവ് ഉണ്ട് കേട്ടോ, ഓർത്തോണം. അപ്പൊ ഡെലിബറേഷൻ എന്ന് പറയുന്നത് നൗൺ ആണ്. തോട്ട്, കൺസിഡറേഷൻ, കെയർ, കോഷൻ എന്നൊക്കെയാണ് ഡെലിബറേഷൻ എന്ന നൗണിന്റെ അർത്ഥം, ഓർത്തോണം.
ഓക്കെ, അടുത്തത് ഇൻസിപ്പിഡ്. കുറെ കാലമായി ഡിസ്കസ് ചെയ്തിട്ട് 5-6 മാസമൊക്കെ ആയിക്കാണും. ഇൻസിപ്പിഡ് എന്ന് പറഞ്ഞിത്രേ ഉള്ളൂ, അൺഇൻട്രസ്റ്റിംഗ്, ബോറിംഗ്, ഡൾ, അല്ലെങ്കിൽ ടേസ്റ്റ്ലെസ്, ഫ്ലേവർലെസ്. ഇൻസിപ്പിഡ്, ഓ ദിസ് സൂപ്പ് ഇസ് ഇൻസിപ്പിഡ്, അല്ലെങ്കിൽ ദിസ് ഡിഷ് ഇസ് ഇൻസിപ്പിഡ്. ഓ ഇതെന്താണ് ടേസ്റ്റ്ലെസ് ആണല്ലോ, ഇറ്റ്സ് ഫ്ലേവർലെസ്. ദിസ് ചോക്ലേറ്റ് ഇസ് ഇൻസിപ്പിഡ്, ഓ ഒരു ടേസ്റ്റും ഇല്ലാത്ത ചോക്ലേറ്റ് എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു അർത്ഥം ഇൻസിപ്പിഡിനുണ്ടേ. ഫ്ലേവർലെസ്, ടേസ്റ്റ്ലെസ് എന്നർത്ഥം. എന്നാൽ അതേ സാധനത്തിനെ നമുക്ക് നമ്മളൊരു നോർമൽ ഒരു മൂവി കാണുമ്പോൾ ഇറ്റ് ഇസ് ഇൻസിപ്പിഡ് എന്ന് പറയാം. അങ്ങനെ അതിന്റെ അർത്ഥം അൺഇൻട്രസ്റ്റിംഗ്, ഒട്ടും നമ്മൾ ഇൻട്രസ്റ്റ് തരില്ല, ചെലുത്താത്ത, ബോറിംഗ് ആയിട്ടുള്ള, ഡൾ ആയിട്ടുള്ള എന്നുള്ള അർത്ഥം ഉണ്ട് കേട്ടോ. ഇൻസിപ്പിഡ് ഡേ, ഇറ്റ് വാസ് എൻ ഇൻസിപ്പിഡ് ഡേ. ഓ ഇന്നത്തെ ഒരു ദിവസം ഒന്നും പറയണ്ട, ഭയങ്കര ബോറിംഗ് ആയിരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ല, ആ സാധനം ഓർത്തോണം കേട്ടോ. ഓക്കെ, ലെറ്റ് മി സീ. Envisage yourself and vitiate all your depression. That's good. After checking the documents, the manager concurred to pass the loan. All right. You cannot vitiate my head. It will stay here intact to catch a trap. That's great. At the time to starting the session, now, ma'am did envisage that it will become a wonderful program. Okay. You know, at the time of starting, to starting a lot of Pravi, at the time of starting this session. Correct. He cloaks my account. That's great. That's great. Ipo sona set ആയിട്ടായിരുന്നു കേട്ടോ. സബ്ജക്ട് അനുസരിച്ച് വെർബ് സിംഗുലർ ആയിട്ടെല്ലാം കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഗ്രേറ്റ് വർക്ക്. Protest which took place for a long time led to the remission of the project. That's great. My sister curtails her hair. Okay, cuts her hair. That's great. The killer has left a wolf mask. Wolfine oru oyolle rendu oyilla oru wolf mask deliberately for messing up the police person. Okay. Deliberate intention of the accused is clear from the facts and circumstances of the case. That's great. Did you clock the plane? That's great. That's great. I submitted an application to clock my ATM card. That's great. I can't agree with his insipid ideas. That's great. She decided to stop being insipid and dealt with the cloaks coming in her way to curtail her confidence with deliberation. That's great, Rashmi. That's great. Moving on, നമുക്ക് നമ്മുടെ ആർട്ടിക്കിളിലോട്ട് പോകാം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇഫ് ഇറ്റ് ഇസ് ക്ലിയർ ആൻഡ് ഇഫ് ഇറ്റ്സ് ഫൈൻ അല്ലെ, ക്രിസ്പൻ ക്ലിയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരെ നമ്മുടെ ആർട്ടിക്കിളിലോട്ട് പോകാം. ലെറ്റ്സ് മൂവ് ടു അവർ ആർട്ടിക്കിൾ പീപ്പിൾ. ലെറ്റ്സ് മൂവ് ടു അവർ ആർട്ടിക്കിൾ. ഓൾറൈറ്റ്, ക്ലിയർ ആണല്ലോ? ഓക്കെ, ലെറ്റ്സ് മൂവ്. മനസ്സിലായെങ്കിൽ എല്ലാവരും തംസപ്പെട്ടെ. അതുപോലെ തന്നെ വൊക്കാബുലറി ഒക്കെ മനസ്സിലായെങ്കിലും അതുപോലെ തന്നെ എല്ലാവരും തംസപ്പെടുന്നതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇടുക. ലൈക്ക് ഇടാത്തവരൊക്കെ ഒരു ലൈക്ക് ഇടുക കേട്ടോ. ലെറ്റ്സ് മൂവ്, ആർട്ടിക്കിളിലോട്ട് പോകാം. അപ്പം ക്വസ്റ്റനബിൾ റിഫ്യൂസൽ, നമ്മൾ സുപ്രീം കോർട്ടിന്റെ ഒരു കാര്യത്തെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിൽക്കിസ് ബാനു കേസിനെ പറ്റിയാണ്, നമുക്കൊന്ന് വായിച്ചുവിടാം. ഓക്കെ. Women should raise their voice through election by nota towards vitiating ruling party. Great. She envisaged that the sweetness she enjoyed today will be insipid soon. That's great. The funds for the project was curtailed. Great. Okay. അപ്പോൾ ആർട്ടിക്കിളോട്ട് പോവാണേ, വായിച്ചോണേ, ശ്രദ്ധിക്കാം. A questionable refusal, ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു റിഫ്യൂസൽ ആണ്, ഒരു റിജക്ഷൻ ആണ് സുപ്രീം കോർട്ട് ചെയ്തേക്കുന്നത്. ആ സുപ്രീം കോർട്ട് റിജക്ട് ചെയ്തത് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. നോക്കാം. The Supreme Court of India should have reviewed its order letting Gujarat decide on remission for Bilkis case convicts. അപ്പൊ ബിൽക്കിസ് ബാനു കേസിലെ കോൺവിക്റ്റുകളെ ഇതില്ലേ അവരുടെ ബെയിൽ, അവർക്ക് ഏർലി ബെയിൽ, അപ്പൊ അല്ലെങ്കിൽ ഏർലി ബെയിൽ അല്ല, എന്താ പറയണ്ടേ, പ്രിമച്വർ ആയിട്ടുള്ള അവരുടെ സെന്റൻസ് കുറയ്ക്കുക എന്നുള്ള അർത്ഥത്തിൽ, ക്യാൻസലേഷൻ, റിവോക്ക് എന്നുള്ളതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി തീരുമാനം എടുക്കാതെ അവർ തീരുമാനിച്ചു, വേണമെങ്കിൽ എന്താ ഗുജറാത്ത് ഗവൺമെന്റ് തീരുമാനം എടുത്തോട്ടെ, ലെറ്റ് ഗുജറാത്ത് ഡിസൈഡ് ഓൺ റിമിഷൻ, അത് വേണമെങ്കിൽ ഗുജറാത്ത് തീരുമാനിച്ചോട്ടെ എന്ന് പറയുന്നതിന് ശരിയല്ല. അതിനൊരു റിവ്യൂ, അതിലൊരു റിവ്യൂയുടെ ആവശ്യമുണ്ട്, ഒന്നുകൂടി റിവ്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ ആർട്ടിക്കിൾ വരാൻ പോകുന്നത്. അപ്പൊ നമുക്കത് വായിച്ചു നോക്കാം അല്ലെ. let's see what it is. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബിൽക്കിസ് ബാനു കേസ് അറിയില്ലെങ്കിൽ അതിനെപ്പറ്റി ഇവിടെ വായിക്കുന്നുണ്ട്, അപ്പൊ അത് അറിയില്ലെങ്കിൽ നോക്കുക. ഇതിന് മുമ്പും ഇതിനെപ്പറ്റി ഉണ്ടെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം കേട്ടോ, എന്താണ് ബിൽക്കിസ് ബാനു കേസ് എന്നുള്ളത് അറിയില്ലാത്തവർ നോക്കണം. ഓക്കെ. Clause created in the agreement was not considered by the court. Okay, that's great. അപ്പോൾ നമുക്ക് ഇനി ഞാൻ സെന്റൻസുകൾ വായിക്കില്ല, നമ്മൾ നേരെ ആർട്ടിക്കിളോട്ട് കൂടെ ശ്രദ്ധിച്ചോണം. ആർട്ടിക്കിളോട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ. So it is a matter of concern that the Supreme Court has declined to review its May 2022 order holding that the Gujarat government is the appropriate government to decide on the premature release of 11 convicts serving life terms in Bilkis Banu gang rape case, which also involved the gruesome murder of several others. A court's jurisdiction to review its own order is limited to correcting any error apparent on the face of the record. It is also a discretionary remedy and generally not heard. Okay.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കൺസേൺ നമ്മളെ ശ്രദ്ധ എല്ലാവരുടെയും ശ്രദ്ധ കൺസേൺ ഒക്കെ അങ്ങോട്ടേക്ക് തിരിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു കാര്യമാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ചെയ്തത്. സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് സുപ്രീം കോടതി എന്ത് ചെയ്തു? സുപ്രീം കോടതി ഒരു റിവ്യൂ ഡിക്ലെയിൻ ചെയ്തു. റിവ്യൂ ചെയ്യുന്നതിന് ഡിക്ലെയിൻ ചെയ്തു. എന്ത് റിവ്യൂ ചെയ്യുന്ന? മെയ് 22 മെയ് 2022 ഒരു ഓർഡർ അവർ പറഞ്ഞായിരുന്നു. എന്താണ് ഓർഡർ എന്ന് വെച്ചാൽ ഗുജറാത്ത് ഗവൺമെന്റിന് എന്ത് ചെയ്യാം? ഗുജറാത്ത് ഗവൺമെന്റിന് മെയ് മാസം 2022 സുപ്രീം കോടതി പറഞ്ഞു എന്താ നമ്മുടെ ഗുജറാത്ത് ഗവൺമെന്റ് തീരുമാനിക്കാം അല്ലെ, ഇവരെ ഏർലി ആയിട്ട് നേരത്തെ അവർക്ക് റിലീസ് ചെയ്യണോ വേണ്ടയോ ഇല്ലയോ എന്നുള്ളത്. അതായത് ഗുജറാത്ത് ഗവൺമെന്റാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഗവൺമെന്റ്. അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ആപ്റ്റ്, സൂട്ടബിൾ ഗവൺമെന്റ് എന്ത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്? നമ്മുടെ ഈ ബിൽക്കിസ് ബാനു കേസിലുള്ള 11 കൺവിക്റ്റുകളുണ്ട്. ഈ 11 കൺവിക്റ്റുകളെ നേരത്തെ റിലീസ് ചെയ്യണോ വേണ്ടയോ എന്ന്, പ്രിമച്വർ റിലീസ് അവർക്ക് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഗുജറാത്ത് ഹൈക്കോർട്ടാണ് എന്ന്, അല്ലെങ്കിൽ ഗുജറാത്ത് സ്റ്റേറ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി വിധി പറഞ്ഞു. അപ്പൊ അതൊന്ന് റിവ്യൂ ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ഈ ബിൽക്കിസ് ബാനു കേസ് വളരെ എന്താ പറയാ, വളരെ പേര് കേട്ടൊരു കേസാണ്. ഈ ബിൽക്കിസ് ബാനു ഗ്യാങ് റേപ്പ് കേസിൽ ഏറ്റവും വലിയ ശ്രദ്ധ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ 11 പേരാണ് ഇതിൽ ശിക്ഷിക്കപ്പെട്ടവര്. അത് മാത്രമല്ല, ഇവര് ഈ ബിൽക്കിസ് ബാനു ഗ്യാങ് റേപ്പ് കേസുമാണ് മാത്രമല്ല ഒരുപാട് പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇതില് നടന്നത് ഗുജറാത്തിൽ വെച്ചും, എന്നാൽ നമ്മൾ എന്താണ് മുംബൈയിലേക്ക് അവരെ കൊണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ പറയാം. അപ്പോൾ ഈ കോർട്ടിന്റെ പരിധി വരുമ്പോൾ ഒരു കോർട്ടിന്റെ ജൂറിസ്ഡിക്ഷൻ അധികാര പരിധി എന്ന് പറയുന്നത് എന്താ? അതിനുള്ളിലുള്ള ഒരു ആ കോർട്ടിന്റെ ഉള്ളിൽ ഗുജറാത്തിൽ വെച്ച് നടക്കുന്ന ഒരു കാര്യം, ഒരു കോർട്ട് അല്ലെങ്കിൽ ഒരു ഇതിന്റെ അധികാരം വരുന്ന അതിന്റെ ഉള്ളിലുള്ള സ്റ്റേഷൻ പരിധിയൊക്കെ പറയാറില്ല, അതുപോലെ അതിനുള്ള മാത്രം ഓർഡർ നമുക്ക് റിവ്യൂ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ റെക്കോർഡിലുള്ള എന്തൊരു കാര്യം എവിഡന്റ് ആണോ അത് നമുക്ക് കറക്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഒരു കോർട്ടിന്റെ അധികാര പരിധി എന്ന് പറയുന്നത് അത് ചെയ്തൊരു കാര്യം, അതെന്തൊരു ഓർഡർ പുറത്തോട്ട് വിട്ടോ ആ ഓർഡറിനെ റിവ്യൂ ചെയ്യാനുള്ള ഒരു കാര്യം ഇതുണ്ട് അല്ലെ. ഇറ്റ് ഇസ് ലിമിറ്റഡ് ടു കറക്റ്റ് എനി എറർ അപ്പാരന്റ്. എന്തെങ്കിലും എറർ അതിലുണ്ടെങ്കിൽ അത് ചെയ്യണം. പക്ഷെ ഇതെന്ത് ചെയ്യണം? ഇവിടെ കോർട്ട് എന്ത് ചെയ്യുന്നത്? ലിമിറ്റ് ചെയ്ത് കളയാണ്. അതിന് അങ്ങനെ ഒരു അവസരം കൊടുക്കാതെ തന്നെ ലിമിറ്റ് ചെയ്ത് കളയുന്ന ഒരു രീതി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ഇറ്റ് ഈസ് ഓൾസോ ഡിസ്ക്രിഷണറി റെമഡിയാണ്. ഇത് ഒരു വോളണ്ടറി ആയിട്ട് വളരെ ഓപ്പൺ ആയിട്ട് കൊടുത്തേക്കാം, വേണമെങ്കിൽ ചെയ്യാൻ, വേണ്ട ഇറ്റ്സ് നോട്ട് കമ്പൽസറി ആൻഡ് ജനറലി നോട്ട് ഹേർഡ് ഇൻ ഓപ്പൺ കോർട്ട്. ഒരിക്കലും ഓപ്പൺ കോർട്ടിൽ കേൾക്കുന്ന രീതിയിലുള്ളൊരു പരിപാടിയല്ല ഇത്. സ്ഥിരമായിട്ട് നമ്മൾ ഒരിടത്തും കേൾക്കാത്ത രീതിയിലുള്ള ഒരു വിധിയാണ് ഇവിടെ സുപ്രീം കോടതി ഭാഗത്ത് വന്നിരിക്കുന്നത്. However, എന്നിരുന്നാലും ഒരു കാര്യം മനസ്സിലാവും. It appears that the two-judge bench has failed to address a significant error in its finding that the decision on remission should be made by the Gujarat government. The case, which arose from one of the many heinous crimes that took place during the 2002 anti-Muslim pogrom in Gujarat, had been transferred for trial to Mumbai by the court. The appeal arising from it was heard by Bombay High Court. Section 432(7) of the Code of Criminal Procedure (CRPC) says the appropriate government is the government of the state within which the offender is sentenced. Despite this clear provision, the bench had taken the view that as അപ്പം ഇവിടുത്തെ കാര്യം എന്താ നടക്കുന്നത് വെച്ചാലേ, എന്നിരുന്നാലും രണ്ടംഗ ബെഞ്ചിനെ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഈ ഒരു ബിൽക്കിസ് ബാനു കേസിന്റെ കാര്യങ്ങൾ നമുക്കൊന്ന് ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കാം എന്ന് സുപ്രീം കോടതി രണ്ടംഗ ബെഞ്ചിനെ നിർബന്ധിച്ചു. അങ്ങനെ അവര് അന്വേഷിച്ച് കണ്ടുപിടിച്ചു there is no significant error, പ്രത്യേകിച്ച് ഒരു എററും ഇല്ല അല്ലെ, ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ അവരെന്ത് ചെയ്തു? റെമിഷൻ കൊടുക്കാം, ഇവർക്ക് വേണമെങ്കിൽ ക്യാൻസൽ ഇതെടുക്കാം. പക്ഷെ അത് ആ ക്യാൻസൽ ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനിക്കുന്ന ആരായിരിക്കും? ഗുജറാത്ത് ഗവൺമെന്റ് ആയിരിക്കുമെന്ന് ഈ പറഞ്ഞ രണ്ടംഗ ബെഞ്ചുകാർ തീരുമാനിച്ചു. അതൊരു തെറ്റാണെന്ന് പറഞ്ഞത്. ദാറ്റ് ഇസ് എൻ എറർ. അതിലൊരു തെറ്റുണ്ട്. ദർ ഇസ് എ സിഗ്നിഫിക്കന്റ് എറർ. അങ്ങനെ പറയുന്നത് ഒരു തെറ്റാണ് എന്നാണ് ഇവിടെ ഓദർ പറയുന്നത്. അവർ തീരുമാനിക്കാന്ന് പറയുന്നത് തെറ്റുണ്ട്. അതായത് ഗുജറാത്ത് ഗവൺമെന്റ് ആണ് ഇത് തീരുമാനിക്കേണ്ടത്. അവർക്ക് ബെയിൽ ക്യാൻസൽ ചെയ്യണോ അല്ലെങ്കിൽ അവരുടെ ഇത് മുന്നോട്ട് പോകണോ വേണ്ടിയോ എന്നുള്ളത്, ആ റിവ്യൂ ക്യാൻസൽ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് ഒക്കെ പറയുന്നത്. അപ്പൊ ഈ കേസിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരുപാട് ക്രൈംസ് സംഭവിച്ചത് 2022 കാര്യമാണ് ഈ പറയുന്നത്. 2022 ആന്റി മുസ്ലിം റൈറ്റ് നടന്നു ഗുജറാത്തിൽ. ഈ പ്രോഗ്രാം സമയത്ത് ആ സമയത്ത് ഒരുപാട് പേരെ കൊന്നു. ആ ഒരുപാട് പേരുടെ കൂട്ടക്കൊലയുടെ ഭാഗത്ത് ഉള്ള 11 കോൺവിക്റ്റുകളുടെ കാര്യം പറയുന്നത്. ഗ്യാങ് റേപ്പും അതുപോലെ തന്നെ കൂട്ടക്കൊലയുടെ സമയത്ത് നടന്നില്ല. ഇവരെന്ത് ചെയ്തു? ഈ പറയുന്ന കോൺവിക്റ്റുകളെ മുംബൈ കോർട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ട്രയലിന് വേണ്ടി മുംബൈ കോർട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തായിരുന്നു. അപ്പൊ ഈ മുംബൈ കോർട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടവര് അപ്പൊ ശരിക്കും പറഞ്ഞ എങ്ങനെയാ, ബോംബെ ഹൈക്കോർട്ട് എന്ത് ചെയ്തു? ഇത് കേട്ടു, അവരുടെ വിധി കേട്ടു. അങ്ങനെ CRPC 432(7) ഭാഗമായിട്ട്, ക്രിമിനൽ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് CRPC സെക്ഷൻ 432(7) CRPCയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്തു?
അവർ പറഞ്ഞു അപ്രോച്ച് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഏത് ഗവൺമെന്റിലാണോ അവർ തീരുമാനിച്ചനുസരിച്ച് പറഞ്ഞെങ്കിലാണ് ഏത് ഗവൺമെന്റിലാണോ ഏത് ഗവൺമെന്റിന്റെ കീഴിലാണോ ഈ ഒരു കുറ്റം നടന്നത്, ഗുജറാത്ത് വെച്ചല്ല നടന്നത്, അപ്പൊ അവരാണ് ആ സ്റ്റേറ്റിലാണ് ഒഫൻഡറെ ശിക്ഷിക്കപ്പെടേണ്ടത് എന്ന് അവർ പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു അവരാണ് അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ്, ഗുജറാത്ത് ഗവൺമെന്റ് ആണ് ഇത് വേണ്ടെന്നും അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് സ്റ്റേറ്റ് വിത്തിൻ വിച്ച് ദ ഒഫൻഡർ ഇസ് സെന്റൻസ്. അപ്പോ അതനുസരിച്ച് പറയുന്നത് വെച്ചാൽ CRPC 7 432 പറയുന്ന അനുസരിച്ച് ഏതാണ് അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത്? അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഏത് ഗവൺമെന്റ് ഓഫ് സ്റ്റേറ്റ്, ഏത് സ്റ്റേറ്റിന്റെ ഗവൺമെന്റിലാണോ ഇവരെ ശിക്ഷിക്കപ്പെടുന്നത് അവരാണ് അവരാണ് അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് CRPC 432 പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു നിയമപരിധി നമുക്ക് അങ്ങനെ ഒരു CRPC എന്നൊരു നിയമത്തിന്റെ ഒരു പരിരക്ഷ ഉണ്ടായിട്ട് പോലും ഇവിടെ പറയുന്നത് എന്താണ്? ഗുജറാത്ത് സുപ്രീം കോർട്ട് പറയുന്നു ഗുജറാത്ത് ഗവൺമെന്റ് ആണ് ഇതിൽ നിന്ന്, പക്ഷെ ഗുജറാത്ത് ഗവൺമെന്റ് ആണ് ഇതിൽ അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ നിയമപരമായിട്ട് നിയമപുസ്തകത്തിൽ എഴുതിയ അനുസരിച്ച് ലീഗൽ ടെർമിനോളജിയിൽ അവിടെ അല്ലെങ്കിൽ ലീഗൽ ഡോക്യുമെന്റേഷനിൽ കൊടുത്തേക്കുന്ന അനുസരിച്ച് സെനൻസ് ചെയ്യപ്പെടുന്നത് ബോംബെ ഹൈക്കോർട്ടിലാണെങ്കിൽ ബോംബെ സ്റ്റേറ്റിലാണ്, മുംബൈയിലോട്ട് അവരെ ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ അവിടെ ആ സ്റ്റേറ്റിന്റെ ഭാഗമായിട്ടല്ലേ ഇവർ വന്നേക്കുന്നത്. അപ്പൊ ഒഫൻഡറിനെ ഇത് ചെയ്യാനുള്ള അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ബോംബെ ഗവൺമെന്റ് തന്നെയാണ്, മുംബൈ ഗവൺമെന്റ് ആണ്. അതുപോലെ മുംബൈ സ്റ്റേറ്റ് വെച്ചിട്ടാണ് ഒഫൻഡർ സെന്റൻസ് ചെയ്യപ്പെടേണ്ടതും ഒഫൻഡർ സെന്റൻസ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നതൊക്കെ മുംബൈ പരിധിയിൽ വരും. ഇവരുടെ ജൂറിസ്ഡിക്ഷൻ ഗുജറാത്തിലെ ജൂറിസ്ഡിക്ഷൻ വരില്ല എന്നാണ് പറയപ്പെടുന്നത്. കാരണം അവരെ ട്രാൻസ്ഫർ ചെയ്തായിരുന്നു മുംബൈയിലോട്ട്. അതുകൊണ്ട് അപ്പൊ ഡെസ്പൈറ്റ് ഇങ്ങനെ ക്ലിയർ പ്രൊവിഷൻ ഉണ്ടെങ്കിലും ബെഞ്ച് ഹാഡ് ടേക്കൺ ദ വ്യൂ ദാറ്റ്, പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ബെഞ്ച് എന്താ വ്യൂ എടുത്തേ? ആസ് ദ ഒഫൻസ് ഹാഡ് ടേക്കൺ പ്ലേസ് ഇൻ ഗുജറാത്ത്, സംഭവം നടന്നത് ഗുജറാത്തിലല്ലേ, അതുകൊണ്ട് the trial in Mumbai further matters had returned to the jurisdiction of Gujarat on conclusion of trial. Okay, ട്രയലിന്റെ സമയത്ത് നമ്മൾ മുംബൈയിലോട്ട് കൊണ്ടുപോയല്ലോ, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, അവർ തിരിച്ച് ഗുജറാത്തിലോട്ട് തന്നെ വന്ന ട്രയൽ കാര്യങ്ങളൊക്കെ ഗുജറാത്ത് തന്നെ നടക്കട്ടെ എന്നാണ് ഈ 12 അംഗ ബെഞ്ചുകാർ റിവ്യൂ ചെയ്ത് തീരുമാനിച്ചത്. അവിടെയാണ് പ്രശ്നം. കാരണം നമ്മൾ വൺസ് ട്രയലിന് വേണ്ടി കൊടുത്തേക്കുന്ന ഏത് സ്റ്റേറ്റിലാണോ ആ സ്റ്റേറ്റിന്റെ ജൂറിസ്ഡിക്ഷന്റെ പേരിൽ വരും, അവരാണ് തീരുമാനിക്കുന്നത് ഇവരെ പറഞ്ഞു വിടണോ അല്ലെങ്കിൽ അവർക്ക് ബെയിൽ കൊടുക്കണോ വേണ്ടോ എന്നുള്ളതൊക്കെ. അതാണ് ഇതിന്റെ ഒരു കളി കേട്ടോ. It had also noted that the transfer of the trial to another state had taken place under extraordinary circumstances. പക്ഷേ ഈ CRPC 7 അനുസരിച്ച് പറയുന്നുണ്ട് എക്സ്ട്രോർഡിനറി സർക്കംസ്റ്റൻസസ് എന്തെങ്കിലും എസ്പെഷ്യലി എന്തെങ്കിലും കൃത്യമായിട്ട് അങ്ങനെ ഒരു സർക്കംസ്റ്റൻസസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വൺസ് ട്രയൽ ട്രാൻസ്ഫർ ഇനി തിരിച്ച് ട്രാൻസ്ഫറിലോട്ട് പറ്റുള്ളൂ. ഇനി അങ്ങനെ സ്റ്റേറ്റിലോട്ട് ഗുജറാത്തിലോട്ട് തിരിച്ചു കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രോർഡിനറി സർക്കംസ്റ്റൻസസ് വേണം, അല്ലാതെ പറ്റത്തില്ല. അത് ഇവിടെ കൃത്യമായിട്ടും നമ്മുടെ CRPC 432(7) പറയുന്നുണ്ട്. ഓക്കെ, let's see what is happening. അടുത്ത ഇതിന്റെ കോൺസിക്വൻസ് എന്താ നോക്കാം. നെക്സ്റ്റ് പാരഗ്രാഫ്. The bench's view was quite peculiar because it goes against a statutory provision. Also, the transfer took place only because a fair trial was not possible in Gujarat. It stands to reason that the Gujarat government ought to have been divested of the power to consider remission in the same case. Another aspect of the earlier order was that it had specified that the remission should be. എന്തുകൊണ്ടാണ് ഇനി നമുക്ക് ചിന്തിക്കാം, ഇനി നമുക്ക് അറിയാം എന്തുകൊണ്ടാണ് ഗുജറാത്ത് സ്റ്റേറ്റിൽ നിന്ന് മുംബൈ സ്റ്റേറ്റിലോട്ട് അല്ലെ ബോംബെ ഹൈക്കോർട്ടിലോട്ട് ഇതിനെ മാറ്റിയത് നോക്കാം. അപ്പൊ ഈ ബെഞ്ചിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞ രണ്ടംഗ ബെഞ്ചില്ലേ, രണ്ടംഗ ബെഞ്ച്, ഈ രണ്ടംഗ ബെഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഇത് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷന് എതിരാണ് അല്ലെ. ഇവർ ചെയ്ത കാര്യം സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ എതിരാണ്. കാരണം കൃത്യമായിട്ട് നിയമപുസ്തകത്തിൽ 432(7) CRPC പറയുന്ന അനുസരിച്ച് ഏത് ഗവൺമെന്റിന്റെ കീഴിലാണോ സെന്റൻസ് ചെയ്യപ്പെടുന്നത് അവരാണ് തീരുമാനിക്കേണ്ട ബെയിലിന്റെ കാര്യങ്ങളല്ല, അല്ലാതെ പിന്നെ ഒരു ട്രാൻസ്ഫർ തിരിച്ച നടന്ന സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്നും അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രോർഡിനറി സർക്കംസ്റ്റൻസസ് വേണമെന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഗുജറാത്തിൽ നിന്ന് മുംബൈയിലോട്ട് മാറ്റിയെന്നോട് പറഞ്ഞുതരാം. കാരണം സംഭവം നടന്നത് ഈ പറയുന്ന പോഗ്രോം നടന്നത്, മസക്കർ നടന്നത് ഗുജറാത്തിലാണ്. അതുകൊണ്ട് തന്നെ ഗുജറാത്തിൽ വെച്ചാൽ ഇറ്റ് വിൽ നോട്ട് ബി, അത് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഫെയർ ട്രയൽ നടക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് അടുത്തുള്ള മുംബൈ സ്റ്റേറ്റിലോട്ട് മാറ്റി. ബോംബെ ഹൈക്കോർട്ട് തീരുമാനിച്ചോട്ടെ എന്നുള്ള രീതിയിൽ ബോംബെ ഹൈക്കോർട്ട് അധികാരപരിധിയിൽ ജൂറിസ്ഡിക്ഷനിലോട്ട് മാറ്റി, ഇവരെ കൾപ്രിറ്റ്സിനെ മാറ്റി. എന്നിട്ട് അവരാണ് സെന്റൻസും കാര്യങ്ങളും ട്രയലും ഒക്കെ നടന്നത്. അപ്പോ ഇറ്റ് സ്റ്റാൻഡ്സ് ടു റീസൺ ദാറ്റ് ഗവൺമെന്റ്, നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി, ഇറ്റ് ഇസ് സോ സെൻസിബിൾ, വളരെ സെൻസിബിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇറ്റ് ഇസ് അണ്ടർസ്റ്റാൻഡബിൾ, ഇറ്റ് ഇസ് സെൻസിബിൾ, അത് ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഇറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ, മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഗുജറാത്ത് ഗവൺമെന്റ് ഇതിൽ നിന്ന് എന്താ പറയാ നമ്മൾ പറയില്ല, ഇതിൽ നിന്ന് മാറിപ്പോന്നു, വ്യതിചലിച്ചു പോകുമായിരുന്നു. അവരുടെ ഡ്യൂട്ടിയിൽ നിന്ന് വ്യതിചലിച്ചു പോകുമായിരുന്നു, അവരുടെ പവറിൽ നിന്ന് വ്യതിചലിച്ചു പോകും. they were divested of the power and എന്ത് ചെയ്തു, അങ്ങനെയാണ് ഇതിന്റെ എന്താണ് റിമിഷന് വേണ്ടിയിട്ട് വരെ ഇവർ നിന്ന് കൊടുക്കാൻ ശ്രമിച്ചത് ഈ സെയിം കേസിന്റെ കാര്യത്തിൽ. അപ്പോ
അടുത്തൊരു ആസ്പെക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ഗുജറാത്ത് അവരുടെ അവിടെ വെച്ച് നടന്നുകൊണ്ട് അവിടെ അത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാനുള്ള ചാൻസും കൂടുതലാണ്. മാത്രമല്ല വേറൊരു ഏർലിയർ ഓർഡറിൽ വേറൊരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ വേറൊരു ഏർലിയർ ഓർഡറിൽ ഇത് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാണ്, ദർ വാസ് ദാറ്റ് ഇറ്റ് ഹാഡ് സ്പെസിഫൈഡ് ദാറ്റ് ദ റിവിഷൻ ഷുഡ് ബി കൺസിഡർഡ് അണ്ടർ 1992 പോളിസി. നമുക്കൊരു 1992 പോളിസി ഉണ്ട്. ആ 1992 പോളിസി അനുസരിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന റിവിഷൻ ഒക്കെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ എന്നും ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. നമ്മൾ എന്താണ് ഇപ്പോൾ ക്യാൻസൽ ചെയ്ത് കളയാണ്, നമ്മളൊരു കാര്യം ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ആ റിവിഷൻ നടക്കുന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ ബേസിസിലായിരിക്കണം, 1992 പോളിസിയുടെ ബേസിസിലായിരിക്കണം. ആസ് ഇറ്റ് വാസ് വൺ ഇൻ ഫോഴ്സ് ഓൺ ദ ഡേ ഓഫ് ദ കൺവിക്ഷൻ. ഈ 1992 പോളിസി നടപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് 2002 നടന്ന ഇതിൽ 2008 എന്റെ ഓർമ്മ ശരിയാണ്, എനിക്കൊന്നു കൺവിക്ഷൻ നടന്ന 2008 എന്റെ ഒരു ഓർമ്മ. 2002 പരിപാടി നടന്നു, 2008 കൺവിക്ഷൻ നടന്നത്. ആ സമയത്ത് കൺവിക്ഷന്റെ സമയത്ത് 1992 പോളിസി നിലവിലുള്ള സമയമാണ്. അപ്പൊ എങ്ങനെയുണ്ട്, ആ സമയത്ത് എന്താണോ നിയമപ്രാബല്യത്തിലുള്ളത് അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നാ കാര്യം. ഇപ്പം കാലങ്ങൾ കഴിഞ്ഞു, പക്ഷെ കേസ് അന്ന് നടന്നതല്ലേ, ആ വർഷങ്ങളുടെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് അപ്പൊ നമുക്ക് അതിനെ പറ്റി നോക്കി. ഇത് ഭയങ്കര സീരിയസ് ആയിട്ടൊരു കാര്യം കേട്ടോ, അതാണ് കുറെ നാളായിട്ട് ഇതിനെപ്പറ്റി ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അക്കോർഡിംഗ്ലി, in the absence of any specific curbs in their policy on the part to remit the sentences of those involved in the heinous crimes, the convicts were released. Sender, it was later revealed, had also concurred with the decision. Fortunately, the refusal of review the earlier order will not affect the outcome of the separate petition challenging their release. There seem to be enough grounds to question the remission. Court filings suggest that the trial judge's opinion against the release was disregarded. Further, the presence of political functionaries, including BJP members, something like that, okay. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് വായിക്കാം. അതിന് മുമ്പ് അപ്പൊ പറഞ്ഞു ഇതാണ്. അത് മാത്രമല്ല, ഇതിനോട് തന്നെ അനുബന്ധിച്ച് നമ്മൾ സ്പെഷ്യൽ കേർബ്സിന്റെ സ്പെസിഫിക് ആയ കേർബുകളുടെ റിഡക്ഷൻസിന്റെ അല്ലെങ്കിൽ ചെക്കിന്റെ അല്ലെങ്കിൽ റിസ്ട്രെയിൻസിന്റെ ആബ്സെൻസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ പോളിസിയിൽ ഓഫ് പവറിൽ. കാരണം ഇതുപോലുള്ള ക്രിമിനലുകളെ കൺവിക്റ്റുകളെ റിലീസ് ചെയ്യുന്നതിന് എതിരെ ഉള്ള റെസ്ട്രിക്ഷൻസ് നടത്തുന്ന സ്പെഷ്യൽ റെസ്ട്രിക്ഷൻസ് കൊടുക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ, കാരണം ഇത്രയും ഹെയിനസ് ക്രൈംസ് അങ്ങനെ പ്രൊവിഷൻ ഉണ്ട്, പക്ഷെ എന്നിട്ട് പോലും അങ്ങനെ ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ല. അവരെ റിലീസ് ചെയ്യുന്നതിൽ റെസ്ട്രിക്ഷൻ ആരും വെച്ചില്ല. അത് വലിയൊരു പ്രോബ്ലം. മാത്രമല്ല, ഇവിടെ സെന്റർ ഇൻവോൾവ് ചെയ്തു, അത് വേറൊരു കാര്യമാണ്. Center, it was later revealed, has also concurred with the decision. ഈ സെന്റർ ഇതിൽ കയറി ഇൻവോൾവ് ചെയ്തു, ഈ ഡിസിഷൻ മേക്കിംഗിൽ സെന്റർ കയറി ഇൻവോൾവ് ചെയ്തു. സാധാരണ കേസിൽ ഒരിക്കലും സെൻട്രൽ ഗവൺമെന്റ് കയറി അത് ഇൻവോൾവ് ചെയ്യാറില്ല. ഇതിൽ കയറി ഇൻവോൾവ് ചെയ്തു. അപ്പൊ തന്നെ നമുക്ക് അവിടെ ഒരു ഈ സ്മെൽ റാറ്റ് അവിടെ ഒരു പ്രോബ്ലം വന്നു. മാത്രമല്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, ഭാഗ്യവശാൽ നമ്മുടെ റിഫ്യൂസൽ ടു റിവ്യൂ ദ ഏർലി ഓർഡർ വിൽ നോട്ട് അഫക്ട് ദ ഔട്ട്കം ഓഫ് ദ സെപ്പറേറ്റ് പെറ്റീഷൻ ചാലഞ്ചിങ് ദ റിലീസ്. ഇപ്പൊ ഒരു സെപ്പറേറ്റ് പെറ്റീഷൻ നമ്മൾ ഇവരുടെ റിലീസിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് വന്നല്ലോ. അതുകൊണ്ട് ഈ റിഫ്യൂസൽ ഈ ഏർലിയർ ഓർഡറിനെ റിവ്യൂ ചെയ്യില്ല ഞങ്ങൾ എന്ന് സുപ്രീം കോർട്ട് പറഞ്ഞതും ഇപ്പോഴത്തെ സെപ്പറേറ്റ് പെറ്റീഷൻ തമ്മിൽ എന്ത് ചെയ്യുക, അഫക്ട് ചെയ്യപ്പെടില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ സെപ്പറേറ്റ് പെറ്റീഷൻ നമ്മൾ എന്തായാലും റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ സെപ്പറേറ്റ് പെറ്റീഷൻ ഇപ്പൊ കൊടുത്തേക്കുന്ന ഇവരെ റിവ്യൂ ആ ഒരു കാര്യത്തിനെ വീണ്ടും അതിന്റെ ഔട്ട്കമ്മിനെ ഒരിക്കലും അഫക്ട് ചെയ്യാത്ത രീതിയിൽ ഇത് പോകുള്ളൂ. അപ്പോ ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ, വളരെ എന്താ പറയുക, ഗ്രൗണ്ട്സ് ബേസിക്സ് ഉണ്ട്, ഫൗണ്ടേഷൻ വെച്ച് നമുക്ക് പറയാൻ പറ്റും ഈ റിവിഷനെതിരെ, ഈ ഒരു അവരുടെ ഇതിനെ ക്യാൻസൽ ചെയ്യുന്നതിനെതിരെ. എന്തുകൊണ്ടാണ് അവരുടെ ഇതിനെ ക്യാൻസൽ ചെയ്ത് കളയുന്നത്, റിവ്യൂവിനെ ക്യാൻസൽ ചെയ്യുന്നതിനുള്ളതിനെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം വെച്ചാൽ ഈ പറഞ്ഞ ട്രയൽ ജഡ്ജസിന്റെ ഒപ്പീനിയൻ, ഈ ഇപ്പൊ നമ്മുടെ 2 അംഗ ബെഞ്ചിലെ ജഡ്ജസ് വരുത്തേക്കുന്ന ഒപ്പീനിയനും അവർ ഇട്ടപ്പോ അവരൊരിക്കലും എന്ത് കൺസിഡർ ചെയ്തില്ല, ട്രയൽ ചെയ്ത ജഡ്ജിന്റെ, ബോംബെ ഹൈക്കോർട്ടിൽ ഈ കേസ് ട്രയൽ ചെയ്തപ്പോ അതിലിരുന്ന ഒരു ജഡ്ജ് ഉണ്ടല്ലോ, ബോംബെ ഹൈക്കോർട്ടിലെ ജഡ്ജ് ഉണ്ടല്ലോ, അങ്ങേരാണല്ലോ ട്രയൽ ചെയ്തത്. അപ്പോ ആ ചെയ്യപ്പെട്ട ട്രയൽ ജഡ്ജിന്റെ ഒപ്പീനിയൻ ഇവര് കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പോൾ കാര്യം പുള്ളി വാസ് അഗൈൻസ്റ്റ് റിലീസ്, ഇവരെ റിലീസ് ചെയ്യപ്പെടാൻ പാടില്ല എന്ന് തന്നെയായിരുന്നു ട്രയൽ ചെയ്യപ്പെട്ടപ്പോഴുള്ള ജഡ്ജിന്റെ തീരുമാനം. അതിനെ ഡിസ്റിഗാർഡ് ചെയ്തു ഇവര്. അതായത് അതിന് ഭയങ്കര അത് വലിയ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. അതിൽ വലിയ പ്രസക്തി ഇവിടെ ഉണ്ട്. അപ്പൊ ഈ കേസിൽ വലിയൊരു എന്താ പറയുക ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് ആയിട്ട് അതിനെ നമുക്ക് എന്താണ് ശ്രദ്ധിക്കാനും പറ്റും. മാത്രമല്ല, ഒരുപാട് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇതിൽ വരുന്നു, പൊളിറ്റിക്കലി ഫംഗ്ഷനേഴ്സ്, എസ്പെഷ്യലി BJP MLAസിന്റെ ഇൻവോൾവ്മെന്റ് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. സെൻട്രൽ ഇൻവോൾവ്മെന്റ് ഓൾറെഡി പറഞ്ഞ് BJP MLAസിന്റെ ഇൻവോൾവ്മെന്റ് ഇതിൽ കാണാൻ പറ്റുന്നു. അവിടെ തന്നെ ഒരു problem ഉണ്ട്. On a committee that recommended the release may have also vitiated the decision. അപ്പോൾ ഈ BJP MLAs ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് താനും. അതായത് അവരുടെ ഇന്റർഫിയറൻസ് ഇതിലുണ്ട്, അതിൽ കയറി അവർ ഇന്റർഫിയർ ചെയ്തു. അത് മാത്രമല്ല, അപ്പം ഇവര് ആ BJP MLAസിന്റെ ഒരു കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തല്ലോ, റിലീസ് റെക്കമെൻഡ് ചെയ്തപ്പോൾ ആ റെക്കമെൻഡേഷനും ഈ ഡിസിഷനെ സ്പോയിൽ ചെയ്തിട്ടുണ്ട്, ഡാമേജ് ചെയ്തിട്ടുണ്ട്. അത് കയറി വേറെ ലീഗൽ കാര്യങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്റർഫിയറൻസ് വഴി ഇൻഫ്ലുവൻസ് വഴി വരരുതെന്നാണ് പറയുന്നത് അല്ലെ. നീതി ദേവതയുടെ കണ്ണ് അടയ്ക്കപ്പെട്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്.
the Supreme Court may still have an opportunity to examine the legitimacy of allowing the premature release of those directly involved in communally motivated crimes. ഇതൊരു communally motivated crime ആണ്. Communally motivated ക്രൈമുകളിൽ പെടുന്ന ഒരെണ്ണം തന്നെയാണ് ഇത്. എന്താ ഈ കേസ്. അപ്പൊ ഈ കേസിൽ പ്രിമച്ചർ റിലീസ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതിന്റെ ലെജിറ്റിമസി, അത് കൃത്യമായിട്ടുള്ള കാര്യമാണോ, ഒതന്റിക് ആണോ എന്നുള്ളത് ലെജിറ്റിമസി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയും സുപ്രീം കോർട്ടിന് എന്തുണ്ട്, ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സുപ്രീം കോർട്ട് അതൊന്ന് ഉപയോഗിക്കണം എന്ന രീതിയിൽ. ഇത് അനലിറ്റിക്കൽ ആണോ എന്ന് ചോദിച്ചാൽ അനലിറ്റിക് ആണ്, ബട്ട് കുറച്ചുകൂടി കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് നോട്ട് അനലിറ്റിക്കൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സുപ്രീം കോർട്ടിന്റെ ഒരു ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇതായതുകൊണ്ട് നമുക്ക് ഇതിനെ വേണമെങ്കിൽ ആർഗ്യുമെന്റേറ്റീവ് ആണെന്ന് പറയാം. ഒരു ആർഗ്യുമെന്റ് ആണ് മുന്നോട്ട് വെക്കുന്നത്, ഇത് തെറ്റാണെന്നുള്ള രീതിയിൽ തന്നെ. അപ്പോൾ ഇറ്റ്സ് ഹൈലി ആർഗ്യുമെന്റേറ്റീവ് എന്ന് തന്നെ പറയാം. ഒരു ആർഗ്യുമെന്റ് പുട്ട് ഫോർവേഡ് ചെയ്തിട്ട് അതിനെ എന്താ പറയുക സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നുള്ള എക്സാമ്പിൾസ് വരെ, പോയിന്റ് വരെ കൊടുത്തിട്ടുണ്ട് അല്ലെ. എക്സാമ്പിൾസ് വിത്ത് പോയിന്റ്സ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ യു ക്യാൻ സേ ഇറ്റ് ഇസ് എൻ ആർഗ്യുമെന്റേറ്റീവ് ആർട്ടിക്കിൾ എന്ന് തന്നെ പറയാൻ പറ്റും. ഹൈലി അനലിറ്റിക്കൽ ആണ് എന്നും കൂടെ വേണേൽ പറയാം, ബട്ട് പ്രൊമിനന്റ്ലി ഇതിനെ ആർഗ്യുമെന്റേറ്റീവ് ആർട്ടിക്കിൾ എന്ന് പറയാൻ പറ്റും. ഒരു ആർഗ്യുമെന്റ് ആണ് മുന്നോട്ട് പോകുന്നത്. ഇറ്റ്സ് എ ക്വസ്റ്റനബിൾ വൺ, അത് തെറ്റാണ്, അത് ഇനി സമയമുണ്ട് എന്നുള്ള ഇതിലൊരു വന്നപ്പോ ഒരു സട്ടിൽ ഒരു സജസ്റ്റീവ് മോഡൽ, ഒരു പോസിറ്റീവ് മോഡൽ അവസാനിപ്പിച്ചെങ്കിൽ പോലും ഇറ്റ് ഇസ് ആർഗ്യുമെന്റേറ്റീവ് എന്ന് തന്നെ പറയാം. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. ഇത് അറിയാവുന്നവർക്കാണ്, ഈ കേസിനെ പറ്റി അറിയാവുന്നവർക്കാണെങ്കിൽ കുറച്ചൊരു ക്ലാരിറ്റി കിട്ടി കാണും. ഇല്ലാത്തവർക്ക് ഇതൊരു പുതിയ കേസായിട്ട് ഫീൽ ചെയ്ത് കാണുമായിരിക്കും. ബട്ട് അറിയാമെങ്കിൽ അറിയില്ലാത്തവർ ഒന്ന് ഗൂഗിൾ ചെയ്ത് ഇതിനെ പറ്റി ഒന്ന് അന്വേഷിക്കാട്ടോ. ഇറ്റ്സ് എൻ ഇമ്പോർട്ടന്റ് വൺ. ഓക്കെ. All right, let me see. The speech delivered by the minister was an insipid one. Okay, during the school tour, it is so sad that Bilkis Banu is being continuously divested of justice she deserves. Yeah. Critical പറയാം, critical, of course, critical പറയാം. Argumentative ആണെങ്കിൽ ഉറപ്പായിട്ട് critical ആണ്. Critical, yes, critical ആണ് ഉദ്ദേശ. Yeah. അപ്പൊ നമുക്ക് മനസ്സിലായെങ്കിൽ എല്ലാവരും ഒരു thumbs up ഇട്ടോ നമുക്ക് പോകാം നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട്. കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ ഇതായിരുന്നു, instead of taking the military path, Mr. Erdogan should hold talks with Russia and the US, which has better ties with the Syrian Kurds to find a workable solution to stabilize the border. കുറച്ച് പേര് ആൻസർ തന്നിട്ടുണ്ടേ, കുറച്ച് പേര്, ഒരുപാട് പേരൊന്നുമില്ല, കുറച്ച് പേര് ആൻസർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ തരാൻ പറ്റുമെങ്കിൽ ഒന്ന് പെട്ടെന്ന് ആൻസർ തന്നെ എല്ലാവരും. ആൻസർ പെട്ടെന്ന് വരുവാണെങ്കിൽ നമുക്ക് ആൻസർ പെട്ടെന്ന് പറയാം. ഓക്കെ, വേഗം ആൻസർ വരുവാണെങ്കിൽ നമുക്ക് ആൻസർ പറഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, സംഭവം സിമ്പിൾ ആണ്. ഇതേപോലത്തെ സ്ഥിരം ക്വസ്റ്റ്യൻ പാറ്റേൺ വരാറുള്ളതാണ്. സംഭവം കുറച്ചുകൂടെ സിമ്പിൾ ആണ്. ഞാൻ വീണ്ടും പറയാണ്, സംഭവം സിമ്പിൾ ആണ്. കാരണം ഇത് സ്ഥിരമായിട്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നതാണ്. നമുക്ക് ഒന്ന് ആൻസർ പറയാമോ? ആൻസർ വരും എനിക്ക്. വേഗം പോരട്ടെ, ആൻസർ പോരട്ടെ. എപ്പോഴും വരുന്നതാണ് റിലേറ്റീവ് പ്രോണൻ വെച്ചിട്ട്, റിലേറ്റീവ് പ്രോണന് ശേഷവും റിലേറ്റീവ് പ്രോണനെ വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂ എപ്പോഴും വരുന്ന ഒരു കാര്യമാണ്. നോക്കി, ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് ദി മിലിറ്ററി പാത്ത്, മിസ്റ്റർ എർഡഗൻ ഷുഡ് ഹോൾഡ് ടോക്സ് വിത്ത് റഷ്യൻ. ടോക്സ് ആരുമായിട്ട് ഹോൾഡ് ചെയ്യണം? റഷ്യയും യു എസുമായിട്ട്. അപ്പൊ റഷ്യ ആൻഡ് യു എസ് എന്ന് പറയുന്ന രണ്ട് കൺട്രീസ് ആണ്. അപ്പോൾ ആ കൺട്രീസിന് സിറിയൻ കേർഡ്സുമായിട്ട് കുറച്ചുകൂടി എന്തുണ്ട്, കണക്ഷൻ ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. വിച്ച് ഹാസ് ബെറ്റർ ടൈസ്. അപ്പൊ രണ്ടുപേരില്ലേ, അപ്പോൾ റഷ്യയും യു എസ് രണ്ട് കൺട്രീസ് ആണ്. അപ്പൊ വിച്ച് ഹാസ് ബെറ്റർ ടൈസ് പറയാൻ പറ്റുമോ? ഇല്ല, പ്ലൂറൽ അല്ലേ. അപ്പൊ രണ്ട് സിംഗുലർ അല്ല, പ്ലൂറൽ ആയതുകൊണ്ട് പ്ലൂറൽ വേർബ് കൊടുക്കുക. വിച്ച് ഹാവ് ബെറ്റർ ടൈസ് വിത്ത് ദ സിറിയൻ കേർഡ്സ് ടു ഫൈൻഡ്. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഗ്രേറ്റ്. മൂവിംഗ് ഓൺ. ഇന്നത്തെ ചോദ്യം സിമ്പിൾ ആണ്, നോക്കിയിട്ട് എഴുതുക. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് കൗൺസിൽ മെമ്പേഴ്സ് must do more to make the indirect tax ratio much effective. Okay, അപ്പോൾ ആൻസർ നോക്കിയോണം, അല്ല ക്വസ്റ്റ്യൻ നോക്കണം. ടേക്ക് എ സ്ക്രീൻഷോട്ട് എന്നിട്ട് ആൻസർ എനിക്ക് കോമന്റ് സെക്ഷൻ തന്നാൽ മതി. നോക്കുക കേട്ടോ, ശ്രദ്ധിക്കുക. സ്ക്രീൻഷോട്ടിൽ എടുത്ത് വെക്കുക, എന്നിട്ട് ആൻസർ എനിക്ക് കോമന്റ് സെക്ഷൻ തരാം. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. KPSC ഷോർട്ട് സെലക്ഷൻ, അതുപോലെ തന്നെ Attendant കേരള സെൻട്രൽ എക്സാംസ്. അപ്പോൾ നമുക്ക് 2 ടെലിഗ്രാം ചാനലുണ്ട്. 2 ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഡെയിലി ക്വിസസും മോക്ക് ടെസ്റ്റുകളും ഒക്കെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്നും മറക്കണ്ട. എല്ലാവരും 2 ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മളോട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട.
മറക്കണ്ട, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അതുപോലെ കോമെന്റ് സെക്ഷനിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, സജഷൻ ഉണ്ടെങ്കിൽ പങ്കുവെക്കാം. അതുപോലെ ആൻസർ പോസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ, ടേക്ക് കെയർ, എൻജോയ് യുവർ ഡേ.